ഇന്ന് നമുക്ക് ദൈവവചനം പങ്കുവെക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് പ്രശസ്ത ധ്യാനഗുരുവായ ഫാദർ സോണി വാഴകാട്ട് അച്ഛനാണ്. അച്ഛന് മാനന്തവാടി ദ്വാരക എന്ന സ്ഥലത്തുള്ള സിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ വലിയ തീക്ഷ്ണതയോടുകൂടി കർത്താവിന് വചനം പങ്കുവെച്ചുകൊണ്ട് ഒത്തിരി ആത്മാക്കളെ സ്വർഗത്തിന് നേടുവാനുള്ള ഒരു ശുശ്രൂഷയുമായിട്ട് അച്ഛൻ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് രണ്ട് കരങ്ങളും അടിച്ച് വലിയ സന്തോഷത്തോടെ വചനവേദിയിലേക്ക് അച്ഛനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് കൈകൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഒരു പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഹൃദയത്തിൽ നിന്ന് നമുക്ക് ഉയർത്താം. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ ഈശോ മിശിഹായുടെ പുണ്യനാമത്തിൽ പരിശുദ്ധാത്മാവിന് ഈ രാവിൽ ഞങ്ങളിലേക്ക് അയക്കണമേ. അവിടുത്തെ തിരുമൊഴികൾ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും അതിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക് അവിടുത്തെ വചനത്തിൻ്റെ ശക്തി സ്വീകരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഉണർവും ഉന്മേഷവും നൽകി ഈ ഒരു മണിക്കൂർ ലാസറിൻ്റെ പ്രിയ സഹോദരിയെപ്പോലെ, മറിയത്തെ പോലെ അങ്ങയുടെ പാദങ്ങൾക്ക് മുമ്പിൽ ഇരുന്ന് തിരുമുഖത്തേക്ക് നോക്കി അവിടുത്തെ പുണ്യവചനങ്ങൾ കേട്ട് ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായി ഞങ്ങൾക്ക് കൃപ തരണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കണ്ണുകളടച്ചൊരു നിമിഷം നമ്മുടെ രണ്ട് കൈകളും അല്പം ഒന്ന് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ചൊരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. ദൈവവചനങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുവാനായി, അതിൻ്റെ പൊരുൾ ഗ്രഹിക്കുവാനായി ഞങ്ങൾക്ക് കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവും ഉന്മേഷവും നൽകി ഞങ്ങളെ ബലപ്പെടുത്തുവാൻ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. ശക്തി തരണമേ, ശക്തി തരണമേ, ശക്തി തരണമേ. ഞങ്ങളെ പൊതിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനത്തിന് സ്വന്തം ജീവിതം മുഴുവൻ സാക്ഷ്യം അരുളിയ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം ഈ മണിക്കൂറിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ശാലോമിന്റെ സംരക്ഷകനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, നമ്മുടെ പേരുകൾക്ക് കാരണഭൂതരായ വിശുദ്ധന്മാരെ, വിശുദ്ധമാരെ, സർവവൃന്ദം മാലാഖമാരെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് നമുക്ക് ഇടത്തും വലത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു സ്തുതി ഈശോയുടെ നാമത്തിൽ. നോമ്പ് എന്ന വാക്കിൻ്റെ രണ്ട് വശങ്ങൾ, നോവ്, അൻപ് എന്ന രണ്ട് വാക്കുകളാണ്. അപ്പോൾ നോമ്പ് കാലം നോവിൻ്റെയും അൻപിൻ്റെയും കാലമാണ്. ഈശോയുടെ നോവുകളെയും ഈശോയുടെ അൻപിനെയും ധ്യാനിക്കുന്ന സുന്ദരമായൊരു കാലമാണ്. ഞാൻ വിചാരിക്കുന്നു നിശ്ചയമായും ഈശോയുടെ നോവും അൻപും അതിൻ്റെ പൂർണ്ണതയിൽ നമുക്കെപ്പോഴും കാണുവാനായി സ്വർഗം ഒരുക്കിയിരിക്കുന്ന നിത്യസ്മാരകം അത് പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാന ഈശോയുടെ നോവാണ്, ഈശോയുടെ അൻപാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഏതാനും നിമിഷങ്ങൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. എന്തുകൊണ്ടാണ് ഒരു പക്ഷേ ഈ വിഷയം ഞാൻ തിരഞ്ഞെടുത്തതെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നെ ഇങ്ങനെയൊരു വിഷയം തിരഞ്ഞെടുക്കുവാൻ പ്രചോദിപ്പിച്ചത് ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ ആ ചെറുപ്പക്കാരിയോട് ചോദിച്ചു, എന്താണ് കുർബാനയെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? ഒരു നിശബ്ദതയിൽ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അവൻ വളരെ കൂളായിട്ട് എന്നോട് പറഞ്ഞു, അച്ഛ, കുർബാന ഒരു ബോറിംഗ് പരിപാടിയാണ്.
അച്ഛ, കുർബാന ഒരു ബോറിംഗ് പരിപാടിയാണ്. ഞാൻ അന്തിച്ചു പോയി, എൻ്റെ കണ്ണും വിഴിഞ്ഞു പോയി. ഈ ചെറുപ്പക്കാരൻ ഹൃദയം തുറന്ന് വളരെ നിഷ്കളങ്കമായിട്ട് എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകി. ഞാനങ്ങനെ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ഈ ചെറുപ്പക്കാരൻ എന്താണ് ഇങ്ങനെ ചിന്തിക്കാൻ കാരണം? കുർബാന അവന് ബോറിംഗ്. ഒരുപക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം കുർബാന എന്ന് പറഞ്ഞാൽ അടിപൊളി പാട്ടുകൾ, ഗായക സംഘത്തിൻ്റെ കുർബാന ചൊല്ലുന്ന അച്ഛൻ്റെ പാട്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെ നല്ല പടക്കം പൊടുന്ന അടിപൊളി പ്രസംഗം എന്നൊക്കെ ആയിരിക്കും കുർബാനയെക്കുറിച്ച് ചെറുപ്പക്കാരൻ ചിന്തിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാകാം ബോറിംഗ് പരിപാടി എന്നൊക്കെ അവന് തോന്നിയത്. എങ്കിലും എന്നെ നന്നായിട്ട് അത് ചിന്തിപ്പിച്ചു. തീർച്ചയായിട്ടും ഈ ചെറുപ്പക്കാരന് ഒരു ഉത്തരം നമ്മൾ നൽകണം. ഞാൻ ഗൗരവമായിട്ട് അവൻ്റെ മറുപടിയെ എടുത്തു. കാരണം നമുക്കറിയാം, അത് ഒരു ചെറുപ്പക്കാരൻ്റെ സംശയമല്ല, മറുപടിയല്ല. അവനെപ്പോലെ വിശുദ്ധ കുർബാനയിൽ വിശ്വാസം കുറഞ്ഞു വരുന്ന, പള്ളിപ്പോക്കില്ലാത്ത, ഭക്തിയോടെ ശ്രദ്ധയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാത്ത, മാറി നിൽക്കുന്ന അനേകം ചെറുപ്പക്കാരികളുടെ ഒരുപക്ഷെ നമ്മുടെയും പ്രതിനിധിയായിട്ട് ചെറുപ്പക്കാരൻ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അവനൊരു ഉത്തരം നമ്മൾ കൊടുത്തേ മതിയാവുകയുള്ളൂ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, ഇവൻ എന്ത് ഉത്തരം കൊടുക്കും? ഇങ്ങനെ പറയുന്ന ഒരു ചെറുപ്പക്കാരന് നമ്മൾ എന്ത് ഉത്തരം കൊടുക്കും? കുർബാന ബോറിംഗ് ആയിട്ട് തോന്നുന്നു. പള്ളിയിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, ഓരോ ഒച്ചയില്ല. നിപ്പ് കാണുമ്പോൾ തോന്നി ഇത് എന്തൊരു നിൽപ്പാണ്. കാരണം ഞങ്ങളൊക്കെ എന്നും കുർബാന അർപ്പിക്കുന്ന വൈദികരാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങളെ ഞങ്ങൾക്ക് നന്നായിട്ട് കാണാം. നിങ്ങൾക്ക് ഞങ്ങൾ ഒരാളെയല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. ഞങ്ങൾക്ക് തെറ്റുപറ്റാതെ നല്ല ശ്രദ്ധയോടുകൂടി ഞങ്ങൾ ബലിയർപ്പിക്കും. പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധ അത്ര കൃത്യമായിട്ട് വെക്കേണ്ട കാര്യമില്ലല്ലോ. പരിശുദ്ധാത്മാവ് എനിക്ക് 3 ഉത്തരങ്ങൾ നൽകി. എന്തുകൊണ്ട് കുർബാന ബോറിംഗ് ആയി തീരുന്നു? ഉത്തരം 1, കുർബാന എന്താണെന്ന് കൃത്യമായ അറിവില്ല. ഉത്തരം 2, വിശുദ്ധ കുർബാനയിൽ വേണ്ടത്ര വിശ്വാസം ഇല്ല. 3, ക്രൈസ്തവന്റെ ഏറ്റവും വലിയ ആരാധനയായ ഈ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടത്ര ഒരുക്കം നൽകുന്നില്ല. 3 കാരണങ്ങൾ കൊണ്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ കുർബാന ബോറിംഗ് ആകാം. കുർബാന എന്താണെന്ന് ശരിയായ അറിവില്ലെങ്കിൽ, വേണ്ടത്ര വിശ്വാസമില്ലെങ്കിൽ, ആവശ്യത്തിന് യോഗ്യത ഒരുക്കങ്ങളില്ലെങ്കിൽ കുർബാന ബോറിംഗ് ആകും. നമുക്ക് ഈ 3 ഉത്തരങ്ങളുടെ ഒരു ധ്യാനമാണ് നമ്മൾ ഈ മണിക്കൂറിൽ നമ്മൾ നടത്തുക. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ഉത്തരം തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള അറിവാണ്. നമുക്കറിയാം, അറിവില്ലാത്ത എന്തും നമുക്ക് ബോറിംഗാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, വീട്ടിൽ നിന്ന് എല്ലാവരും എവിടെയെങ്കിലും ഒരു ട്രിപ്പിന് പോകുന്നു. വെല്ലുമ്മച്ചി വീട്ടിലുണ്ട്. നമ്മൾ TV വെച്ചിട്ട് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മത്സരം അമ്മച്ചിയുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ അമ്മച്ചി ഇവിടെ ഇരുന്നത് കണ്ടോ, ഞങ്ങളൊന്ന് പോയിട്ട് പുറത്ത് പോയിട്ട് വരാം. അമ്മച്ചി കുറേ നേരമൊക്കെ നോക്കുമ്പോൾ ഒരു പിടിയും കിട്ടില്ല. അമ്മച്ചി എന്താ ചെയ്യാൻ പോണേ? അമ്മച്ചി റിമോട്ടും എടുക്കും, എന്നിട്ട് ഒരൊറ്റ ഞെക്കം കൊടുക്കും, ഒരു സീരിയലിങ് വരും, എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലേ. അതിങ്ങനെ ഇരുന്ന് കണ്ണു പിടിച്ച് വാ വിളിച്ച് അമ്മച്ചിക്ക്. കാരണം എന്താണ്? ക്രിക്കറ്റ് അമ്മച്ചിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ക്രിക്കറ്റ് ബോറിംഗ് ആണ്. അതേസമയം സീരിയൽ അറിയാം, അതുകൊണ്ട് ഇങ്ങനെ വാ വിളിച്ച് കണ്ണു പിടിച്ച് അമ്മച്ചി ഒറ്റയിരിപ്പിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു യാത്രയ്ക്ക് നമ്മൾ പോകുമ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് ഒട്ടും അറിയാൻ പാടില്ലാത്ത ഒരാൾ ഇരുന്നാൽ ആ യാത്ര ബോറിംഗ്. അതേസമയം നമുക്ക് പരിചയമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ കൂടെ യാത്ര ചെയ്യുന്നെങ്കിൽ ആ യാത്ര അവസാനിക്കരുതേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കും. അറിവില്ലാത്തത് ബോറിംഗ് ആണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് തക്കതായ അറിവില്ലെങ്കിൽ പള്ളിയിൽ നിൽക്കുന്ന ഏത് വ്യക്തിക്കും ഒരു ബോറിംഗ് അനുഭവം ഉണ്ടാകാതെ തരമില്ല. വേണ്ടത്ര പങ്കാളിത്തങ്ങൾ പള്ളിയിൽ കുറഞ്ഞു പോകുന്നു. പള്ളിയിൽ നിൽക്കുന്നവര് കൃത്യമായ ഭക്തിയും ശ്രദ്ധയും ഇല്ലാതെ നിൽക്കുന്നു. യോഗ്യതയില്ലാതെ കുർബാന സ്വീകരിക്കുന്നു. കുർബാന ഒരു അനുഭവമായിട്ട് മാറുന്നില്ല. എത്ര കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ഇത് ജീവിത അനുഭവമാണ്. അതിന് കാരണം ഞാൻ പറഞ്ഞു, വ്യക്തമായ അറിവ് ഇല്ലാതെ പോകുന്നു. വിശുദ്ധനായ പാദ്രെ പിയോ കുർബാനയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്: വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് വ്യക്തമായ അറിവ് കിട്ടുകയാണെങ്കിൽ പള്ളിമുറ്റങ്ങളിൽ ജനത്തെ നിയന്ത്രിക്കുവാൻ പോലീസുകാരെ നിർത്തേണ്ടി വരുമായിരിക്കും. വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൃത്യമായ അറിവ് ലഭിച്ചാൽ ജനങ്ങളെ നിയന്ത്രിക്കുവാൻ പള്ളിമുറ്റങ്ങളിൽ പോലീസിനെ നിർത്തേണ്ടി വരുമായിരിക്കും. നിശ്ചയമായും വിശുദ്ധ കുർബാനയെക്കുറിച്ച് നല്ലൊരു അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ആമുഖമായിട്ട് ഒരു 2 കാര്യങ്ങൾ ഞാൻ പറയാം. എന്താണ് വിശുദ്ധ കുർബാന എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാൻ പോവുക? നമ്മൾ ഇന്നോളം പഠിച്ച ചില അറിവുകളിൽ നിന്ന് ഒരുപക്ഷെ ആദ്യം നമ്മൾ പറയാൻ പോകുന്ന വിശുദ്ധ കുർബാന ഈശോയുടെ രക്ഷാകര കർമ്മങ്ങളുടെ അനുസ്മരണവും പുനരവതരണവുമാണ് എന്ന് നമ്മൾ പറയും. ഈശോയുടെ രക്ഷാകര കർമ്മങ്ങളാണ് അൾത്താരയിൽ പുനർജീവിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ പറയും.
നമുക്കറിയാം ഈശോയുടെ രക്ഷാകര കർമ്മങ്ങൾ, അത് യേശുവിൻ്റെ മനുഷ്യാവതാരം, ജനനം, അവൻ്റെ പരസ്യ ജീവിതം, അവൻ്റെ പീഡാസഹനം, അവിടുത്തെ മരണം, അവിടുത്തെ ഉത്ഥാനം, ഇങ്ങനെ 5 കാര്യങ്ങളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കേണ്ട വിശ്വാസി സഭയുടെ കൽപ്പന പ്രകാരം ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കുചേരണം. മുഴുവൻ കുർബാനയിൽ പങ്കുചേരണമെങ്കിൽ അയാൾ എപ്പോൾ വരണം? നേരത്തെ വരണം. ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ഓർമ്മ അനുസ്മരിക്കുന്ന അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്ന് വൈദികന്റെ പ്രാർത്ഥന തുടങ്ങും മുമ്പ് അയാൾ പള്ളിയിൽ വരണം. അപ്പോഴേ അയാൾക്കൊരു മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അതൊരു മുറിയൻ കുർബാനയാണ്. കുറേയധികം ആളുകൾ ഈശോയുടെ ജനനവും കഴിഞ്ഞു, മാമോദീസം കഴിഞ്ഞു, ഈശോയെ അങ്ങോട്ട് കാൽവരിയിലേക്ക് എടുക്കുന്ന സമയത്താണ് ചിലരൊക്കെ പള്ളിയിൽ വരുന്നത്. അവരൊക്കെ മുറിയൻ കുർബാനയിൽ പങ്കെടുക്കുന്നു. അവർക്ക് തക്കതായ അറിവില്ല. പ്രിയപ്പെട്ടവരെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമുക്ക് നല്ലൊരു തിരിച്ചറിവ് വിശുദ്ധ കുർബാനയെ കുറിച്ച് ഇങ്ങനെയാണ് നൽകുക. പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നു, വിശുദ്ധ കുർബാന ഈശോയുടെ തിരുമണിക്കൂറിലേക്കുള്ള തിരിച്ചുപോക്കാണ്. എന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ ആ വാക്കുകൾ. ഈശോയുടെ തിരുമണിക്കൂറിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അവിടുത്തെ അന്ത്യ അത്താഴത്തിന് മേശക്കരികിലേക്ക് നമ്മളൊന്ന് മടങ്ങിപ്പോവുകയാണ്. എന്നിട്ട് ഈശോയുടെ അത്താഴ മേശയ്ക്ക് അരികിൽ അവിടുത്തെ ശിഷ്യന്മാരുടെ സ്ഥാനത്ത് നമ്മൾ പോയി നിൽക്കുന്നു. കുർബാന ആരംഭിക്കേണ്ടത് അങ്ങനെയാണ്. പള്ളിയിൽ കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 2000 വർഷങ്ങൾക്ക് പുറകിലേക്ക് പാപ്പ പറഞ്ഞതുപോലെ തിരിച്ചു പോകുന്നു. അവിടുത്തെ തിരുമണിക്കൂറുകളിൽ ഞാൻ പങ്കെടുക്കുകയാണ്. ഈ ഓർമ്മകളിൽ നിൽക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന ഏറ്റവും യോഗ്യതയോടുകൂടി അർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. വലതുകരം എത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു ചിന്ത, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് സഭയുടെ പ്രബോധനം. 2-ാം വത്തിക്കാൻ കൗൺസിൽ ജനതകളുടെ പ്രകാശം എന്ന് പറയുന്ന പ്രമാണരേഖയിൽ അതിൻ്റെ 11-ാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്? വിശുദ്ധ കുർബാന ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവയും ഉച്ചസ്ഥാനവുമാണ്. മനോഹരമായ 2 വാക്കുകൾ, ഉറവ, ഉച്ചസ്ഥാനം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവയാണ്. കാലാവസ്ഥ ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. വേനൽ കടുത്തു വരുന്നു. വെള്ളം അടിയിലേക്ക് വാർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു മരം പച്ചപ്പോടുകൂടി നിൽക്കണമെങ്കിൽ, ഒരു ചെടിക്ക് പച്ചപ്പുണ്ടാകണമെങ്കിൽ, അതിൽ പൂക്കളും കായ്കളും ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ വേരുകൾ ഒരു ഉറവയിലെത്തി നിൽക്കണം. അത് ആരും നമ്മളെ പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. എന്ന് പറഞ്ഞതുപോലെ ഒരു ക്രിസ്ത്യാനി പൂർണ്ണനായ ക്രിസ്ത്യാനിയായി മാറണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ വേരുകൾ പരിശുദ്ധ കുർബാനയാകുന്ന ഉറവയിലേക്ക് എത്തി നിൽക്കേണ്ടതുണ്ട്. പരിശുദ്ധ കുർബാന ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവയാണ്. യേശു പറഞ്ഞു, യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി. ക്രിസ്ത്യാനിയുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സമ്പൂർണത, സമൃദ്ധി അവന് ലഭിക്കുന്നത് അവൻ്റെ വേരുകൾ പരിശുദ്ധ കുർബാനയിൽ എത്തി നിൽക്കുമ്പോഴാണ്. 1-ാമത്തെ ചിന്ത. 2, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉച്ചസ്ഥാനമാണ് പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം കുർബാനയോളം വലിയ ഒരു പ്രാർത്ഥനയും അവനില്ല, ഒരാരാധനയും അവനില്ല. മറ്റെല്ലാം, നമ്മളെ നോവന ചൊല്ലിക്കോട്ടെ, ജപമാല ചൊല്ലിക്കോട്ടെ, കുരിശന്റെ വഴി എന്ന് പറഞ്ഞ എല്ലാ ഭക്തകൃത്യങ്ങളും അത് പരിശുദ്ധ കുർബാനയിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു. യേശുവിൻ്റെ കുർബാനയിലേക്ക് എത്തുമ്പോഴാണ് അതിനെല്ലാം പൂർണ്ണത ഉണ്ടാവുക. അതുകൊണ്ടാണ് പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയെന്ന് നമ്മൾ വിശുദ്ധ കുർബാനയെ വിളിക്കുക. കാരണം വിശുദ്ധ കുർബാനയിൽ ഈശോ തന്നെ നമുക്ക് നൽകുന്നു. മറ്റൊരു പ്രാർത്ഥനയിലും നമുക്കത് ലഭിക്കില്ല. മറ്റെല്ലാ പ്രാർത്ഥനകളിലും ഈശോ തൻ്റെ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുമ്പോൾ വിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ യേശു തന്നെ നമുക്ക് നൽകുന്നു. വിശുദ്ധ കുർബാന ഈശോയുടെ പ്രാർത്ഥനയും ഈശോയുടെ ബലിയുമാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉച്ചസ്ഥാനം, ഉറവയാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുക, വിശുദ്ധ കുർബാനയില്ലെങ്കിൽ സഭയില്ല. പാപ്പ പഠിപ്പിക്കുന്നു, വിശുദ്ധ കുർബാനയില്ലെങ്കിൽ സഭയില്ല. അതുകൊണ്ട് വിശുദ്ധ കുർബാനയില്ലെങ്കിൽ ക്രിസ്ത്യാനിയില്ല, ക്രിസ്തീയ ജീവിതമില്ല. അതിൻ്റെ ഉറവയും ഉച്ചസ്ഥാനവും പരിശുദ്ധ കുർബാനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്രയും പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ,
വിശുദ്ധ കുർബാനയെക്കുറിച്ച്, വിശുദ്ധ കുർബാന എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അച്ഛൻ ഒരു 4 നിർവചനങ്ങൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയും. എൻ്റെ മുമ്പിൽ കൊച്ചുകുട്ടികളുണ്ട്, അല്പം ചെറുപ്പക്കാരായ ആൾക്കാരുണ്ട്, മധ്യവയസ്കരും പ്രായമുള്ളവരും സിസ്റ്റേഴ്സും ഒക്കെ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മുടെ അറിവ് വളരുന്നില്ലെങ്കിൽ ഒരു പ്രായമെത്തുമ്പോൾ പണ്ട് പഠിച്ചതിൻ്റെ പശ്ചാത്തലമൊന്നും നമ്മളെ സഹായിക്കാതെ വരും. വേദപാഠ ക്ലാസ്സിലും ആദ്യ കുർബാനയ്ക്കും പഠിച്ച പാഠങ്ങൾ അത് വളർത്തുന്നില്ലെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ ആ ചെറുപ്പക്കാരനെ പോലെ അത് ജീവിതത്തിൽ അത് പ്രയോജനപ്പെടാതെ പോകാൻ സാധ്യതയുണ്ട്. 4 നിർവചനങ്ങൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് പറയുകയാണ്. നമുക്ക് ഒരു കൊച്ചുകുട്ടിയുടെ ഒരു ചിന്തയിൽ നിന്ന് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈ പഠനം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ഒരു ആദ്യ കുർബാനയ്ക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വേദപാഠ ക്ലാസ്സിലെ കുട്ടിയോട് എന്തായിരിക്കാം വിശുദ്ധ കുർബാന എന്ന് അധ്യാപകൻ പഠിപ്പിക്കുക? ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് നിങ്ങളോട് പറയാം. ആദ്യത്തെ നിർവചനം, ആദ്യ കുർബാനയുടെ സമയത്ത് ഒരു സിസ്റ്റർ ഞങ്ങളെ കൂട്ടം കൂടി ഇരുന്ന് പഠിപ്പിച്ചൊരു കാര്യം ഇതാണ്: മക്കളെ, വിശുദ്ധ കുർബാന എന്താണെന്ന് അറിയാമോ എന്നിട്ടൊരു നിർവചനം. കൊച്ചുപ്രായത്തിൽ നിർവചനങ്ങൾ, ഡെഫിനിഷൻസ് പഠിക്കുന്ന ഒരു പ്രായമാണ്. നമുക്കറിയാം, അധ്യാപകരൊക്കെ കൂടുതലുണ്ട്. നിങ്ങൾക്ക് എന്തോരം നിർവചനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ഇഷ്ടംപോലെ പഠിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാന എന്താണ്? നമ്മുടെ ആത്മാവിൻ്റെ പോഷണത്തിനായി ഈശോ തൻ്റെ ശരീരവും രക്തവും വിരുന്നായി നൽകുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, വളരെ പെട്ടെന്ന് അത് മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒന്ന് പതിപ്പിക്കാം. നമ്മുടെ ആത്മാവിൻ്റെ പോഷണത്തിനായി ഈശോ തൻ്റെ ശരീരവും രക്തവും വിരുന്നായി നൽകുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന. ഇത് ഞാൻ കുറേയധികം വർഷം, ഒരു 10 വയസ്സുള്ളപ്പോൾ ആദ്യ കുർബാന സ്വീകരണത്തിന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. നമുക്കറിയാം, ഇങ്ങനെയൊരു നിർവചനം ഒരു 20 വർഷം, ഒരു 18, 20, 25 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ അത് പോരാ. ഒരു നിർവചനമൊന്നും അവന് വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കാൻ അത്രമാത്രം സഹായിക്കില്ല. അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ ഒരുത്തൻ പറഞ്ഞു ഇത് ബോറിംഗ് പരിപാടിയാണെന്ന്. അതുകൊണ്ട് ഈ ആദ്യത്തെ ഒരു പ്ലാറ്റ്ഫോം, ആദ്യത്തെ ഈ ഉത്തരം നമുക്ക് ആദ്യത്തെ ചവിട്ടുപടിയായി വെച്ചിട്ട് അടുത്തൊരു തലത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, വേദപാഠ ക്ലാസ്സിൽ നിന്നും വേദപുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. വേദപുസ്തകം എന്താണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുക? നമുക്കറിയാം, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതായിട്ട് പുതിയ നിയമത്തിൽ 4 ഇടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. സമാന്തര സുവിശേഷങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ, മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ, ലൂക്കാ സുവിശേഷം 22-ാം അധ്യായത്തിൽ. അതുകൂടാതെ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ. ഇങ്ങനെ 4 ഇടങ്ങളിൽ പുതിയ നിയമത്തിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതായിട്ട് പറയുന്നുണ്ട്. ഇതൊരു വേദപാഠം പോലെ പഠിച്ചു വെക്കാൻ നല്ലതാണ്. ആരെങ്കിലും ചോദിക്കും, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ? ഈ 4 സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ 4 ഇടങ്ങളിലും 2 വാക്കുകളിൽ ഈശോ തന്നെ നമ്മെ പഠിപ്പിക്കും എന്താണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന വൈദികൻ നമ്മുടെ കൈവെള്ളയിലേക്കോ നാവിലേക്കോ വെച്ച് തരുമ്പോൾ എന്തു പറഞ്ഞുകൊണ്ടാണ് തരുന്നത്? മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ഈശോ തന്നെ പറഞ്ഞ വാക്കുകളാണ്. അവൻ അപ്പം എടുത്തിട്ട് പറഞ്ഞു ഇത് എൻ്റെ ശരീരം, അവൻ വീഞ്ഞെടുത്തിട്ട് പറഞ്ഞു ഇത് എൻ്റെ രക്തം. 2 വാക്കുകളിൽ വേദപുസ്തകം നമുക്ക് നൽകുന്ന നിർവചനം എന്താണ്? വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരവും ഈശോയുടെ രക്തവുമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുമ്പോൾ നമ്മുടെ അറിവ് അങ്ങോട്ട് പൂർണ്ണമാകുന്നില്ല. ഈശോയുടെ ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈശോയുടെ ആ വലിയ രൂപം അല്ലേ? ഈശോ മിക്കവാറും ഒരു 5.5 അടി പൊക്കം ഉണ്ടെങ്കിൽ 5.5 അടി പൊക്കമുള്ള ഈശോയുടെ ഈ ശരീരം, ഒരു 70 കിലോ തൂക്കം അല്ലെങ്കിൽ 75 കിലോ തൂക്കം ഉണ്ടെങ്കിൽ അത്രയുമുള്ള ഈശോയുടെ ശരീരം. അങ്ങനെ ഒരു ധാരണ ചിലപ്പോൾ മനസ്സിൽ വരാം. അല്ലെങ്കിൽ ഈശോയുടെ മാംസത്തിൻ്റെ ഒരു കഷ്ണം എന്ന് നമുക്ക് ചിന്തിച്ചേക്കാം. ഈശോയുടെ രക്തം എന്ന് പറയുമ്പോൾ ഈശോയുടെ കുറച്ച് ചോരയെ നമ്മൾ ചിന്തിച്ചേക്കാം. അങ്ങനെ ഒരു വാക്കിൽ നിന്നും അതിൻ്റെ യഥാർത്ഥമായ ജ്ഞാനത്തിലേക്ക് നമ്മൾ പോകുന്നില്ലെങ്കിൽ കുർബാന പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ നിമിഷങ്ങളിൽ നമുക്ക് ഈ 2 വാക്കുകളുടെയും വേദപുസ്തകം നൽകുന്ന അർത്ഥം എന്താണ്, ലിറ്റർജിയിൽ, ആരാധനയിൽ ശരീരം എന്ന വാക്കിൻ്റെയും രക്തം എന്ന വാക്കിൻ്റെയും അർത്ഥം എന്താണെന്ന് പഠിക്കുമ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നല്ലൊരു അവഗാഹം, നല്ലൊരു വെളിച്ചം നമുക്ക് കിട്ടും. നമുക്ക് ആദ്യം ശരീരം എന്ന വാക്കിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ശരീരം എന്ന വാക്കിൻ്റെ ലിറ്റർജിക്കൽ ബിബ്ലിക്കൽ മീനിങ്, അർത്ഥം നമുക്ക് പിടികിട്ടണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24 ഒരു വാചകമുണ്ട്. ഉൽപ്പത്തി 2:24. അപ്പം അതിനെങ്ങനെയാണ്? ആകയാൽ പുരുഷൻ തൻ്റെ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഇരുവരും ഒറ്റ ശരീരമായിരിക്കും. അവിടെ ഇപ്പം പിടികിട്ടില്ലേ? ഒറ്റ ശരീരം എന്നുള്ളത് അതാണ്. ആ വചനം ഒന്നുകൂടെ പറയട്ടെ. ആകയാൽ പുരുഷൻ തൻ്റെ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഇരുവരും
ഒറ്റ ശരീരമായിരിക്കും. ഉൽപ്പത്തി 2:24 ദൈവത്തിന്റെ വചനം. കല്യാണം കഴിച്ച എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, വിവാഹത്തിന് ശേഷം നിങ്ങൾക്ക് എത്ര ശരീരമുണ്ട്? എത്ര ശരീരമുണ്ട്? കൃത്യോത്തരം പറയണം. പിള്ളേർ അങ്ങനെയല്ലേ, പപ്പയ്ക്കും മമ്മിക്കും എത്ര ശരീരമുണ്ട്? 2 ശരീരം. പിള്ളേർ കൃത്യോത്തരം, അവർക്ക് സംശയം. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്ന ഒറ്റ ശരീരം. ബൈബിളിന് തെറ്റുപറ്റാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ വിവാഹത്തിൽ എന്താണോ ഒന്നാവുന്നത്? മനസ്സൊന്നാണോ? ആണെങ്കിൽ ചേച്ചി ഭാഗ്യവതി അല്ലേ? ചേട്ടൻ ചേച്ചിക്ക് ഒരേ മനസ്സാണ്. എൻ്റെ ദൈവമേ, എന്തൊരു ഭാഗ്യപ്പെട്ട കുടുംബജീവിതമായിരിക്കും. ഇനി ചേട്ടനോടും കൂടെ ചോദിച്ചാൽ അറിയാം കൃത്യമായിട്ട്. അപ്പോൾ മനസ്സ് എന്ന് പറഞ്ഞ ആ ഉത്തരത്തിൽ നിന്നും എനിക്കൊന്ന് അല്പം കൂടി വിശാലമായ ഒരു ഉത്തരത്തിൽ നമ്മൾ പോകണം. ശരിയായ ഉത്തരം ജീവിതമെന്നാണ്. ആ വേദപുസ്തകത്തിൽ അന്ന് കൈവച്ച്, അല്ലെങ്കിൽ ഇപ്പൊ കൈവച്ചാലും അത് ഏറ്റു പറഞ്ഞാൽ അങ്ങനെ, ഇന്ന് മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അല്ലേ വേദപുസ്തകം സാക്ഷിയാക്കി ജീവിച്ചു കൊള്ളാം, ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ മരണം വരെ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നാകുന്നത്? മനസ്സല്ല, യഥാർത്ഥത്തിൽ ജീവിതമാണ്. ഇനി ഭർത്താവിനും ഭാര്യയ്ക്കും, ഈ ചെറുക്കനും ഈ പെണ്ണിനും ഒരൊറ്റ ജീവിതമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ബൈബിളിൻ്റെയും ആരാധനക്രമത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ശരീരം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം ജീവിതം എന്നാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ കല്യാണത്തെക്കുറിച്ചല്ല പറയുന്നത്, നമ്മൾ കുർബാനയെക്കുറിച്ച് തന്നെയാണ്. നമുക്ക് ഈശോയുടെ അൾത്താരയിലേക്ക് വരാം. ഈശോ അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ അവിടുന്ന് അർത്ഥമാക്കുന്നത് കേവലം അവൻ്റെ ഭൗതികമായ ശരീരം മാത്രമല്ല, മറിച്ച് യേശു അർത്ഥമാക്കി തൻ്റെ ജീവിതത്തെയാണ്. 33 വർഷം ജീവിച്ച യേശുവിൻ്റെ ജീവിതമാണ് അവൻ ആ കയ്യിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ പിടിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി കുർബാനയെ നമ്മൾ മനസ്സിലാക്കണം. ശരീരം എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? യേശുവിൻ്റെ ജീവിതമാണ്. യഥാർത്ഥത്തിൽ അപ്പമായിട്ട് ഈശോ നമുക്ക് തരുന്നത് അവൻ്റെ ജീവിതമാണ്. ആ ജീവിതം എന്ന് പറയുമ്പോൾ നിശ്ചയമായും അവൻ്റെ ശരീരമുണ്ട്, 33 വർഷത്തെ അവൻ്റെ ജീവിതം മുഴുവനുമുണ്ട്. അത് മുഴുവനുമാണ് ഈശോ നമുക്ക് തരുന്നത്. ഇതെന്നെ പഠിപ്പിച്ചത്, ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ ചാച്ചൻ്റെയും അമ്മയുടെയും വിവാഹ ഫോട്ടോ എടുത്ത് നോക്കി. നമുക്ക് എളുപ്പത്തിൽ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അവരാണ്. ആദ്യം നമ്മൾ ചില പാഠങ്ങൾ പഠിച്ചെടുത്തതും അവരുടെ കയ്യിൽ നിന്നാണ്. എൻ്റെ ചാച്ചന് ഇപ്പോൾ 73, എൻ്റെ അമ്മച്ചിക്ക് 71 വയസ്സുണ്ട്. ഒരു 50-52 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ കല്യാണത്തിന് ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ്. ചാച്ചൻ എന്നേക്കാൾ സുന്ദരനാണ്, അമ്മച്ചി എന്നേക്കാൾ സുന്ദരിയുമാണ്. നല്ല ഷേപ്പുള്ള ഒത്ത ശരീരമുള്ള 2 മനുഷ്യരായിരുന്നു. പക്ഷെ ഇന്ന് 70 കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ ശ്രദ്ധിച്ചു. ചാച്ചൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു, കഷണ്ടിയായി, കണ്ണിന് കാഴ്ചയൊക്കെ മങ്ങി, ചെവി മിക്കവാറും കേൾവിയൊക്കെ പോയി, ഈ കവളൊക്കെ ഇങ്ങനെ ചൊട്ടി, പല്ലുകളൊക്കെ അടർന്നു പോയിട്ടുണ്ട്, ഇച്ചിരി കൂനി പിടിച്ചിട്ടുണ്ട്, ശരീരം ശോഷിച്ചു, കൈകാലുകൾ ഞരമ്പൊക്കെ എഴുന്നു നിൽക്കുന്നു. എൻ്റെ അമ്മച്ചിയും അതുപോലെ തന്നെയാണ്. അമ്മച്ചിയും മുടിയൊക്കെ നരച്ചു തുടങ്ങി, പല്ലുകൾ കുറച്ചെണ്ണം കൊഴിഞ്ഞു പോയി, ബാക്കിയുള്ളതെല്ലാം ഇളകിയിട്ടുണ്ട്, കവളൊട്ടി, മുഖത്ത് നിഴൽ വീണു, കണ്ണുകൾ ഇച്ചിരി ഇരുണ്ടു കുഴിഞ്ഞു തുടങ്ങി, കാഴ്ച മങ്ങിയിട്ടുണ്ട്, അല്പം കൂനി പിടിച്ചു, കാലിലൊക്കെ നല്ല നീരാണ്, കൈകാലുകളിലൊക്കെ ഞരമ്പെങ്ങനെ എഴുന്നു നിൽക്കുന്നു, വിരലുകളൊക്കെ തേഞ്ഞ് തീരാറയായി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചാച്ചനും അമ്മച്ചിയും ഈ ഒരു 10-50 വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ മറ്റൊരു വശത്ത് ഞങ്ങൾ മക്കൾ 3 പേർ വളർന്നു വന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, എൻ്റെ ചാച്ചനും അമ്മച്ചിയും കുറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ മക്കൾ 3 പേർ, ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ പെങ്ങളും, ഞങ്ങൾ വളർന്ന് വലുതായി വന്നു. ഇപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. കാലാകാലങ്ങളിൽ എൻ്റെ വീടിൻ്റെ വിരുന്നു മേശയുടെ മുകളിൽ എൻ്റെ അമ്മച്ചിയും ചാച്ചനും വിളമ്പിയത് കപ്പയും മീനും മാത്രമല്ല, പുട്ടും കടലയും മാത്രമല്ല, യഥാർത്ഥത്തിൽ അവർ വിളമ്പിയത് അവരുടെ ജീവിതമാണ്. അവരിങ്ങനെ വിളമ്പി തീർത്തപ്പോൾ അവരുടെ ജീവിതം കുറഞ്ഞു, ഞങ്ങൾ വളർന്നു. ഹല്ലേലൂയാ ഒന്ന് പറഞ്ഞേ, കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇതാണ് എനിക്ക് ഈ യേശുവിൻ്റെ കുർബാനയെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നൽകിയത്. എൻ്റെ ചാച്ചനെയും അമ്മച്ചയും കുറിച്ചുള്ള ജീവിതത്തിൻ്റെ ധ്യാനമാണ്. അൾത്താര മേശയിൽ ഇതുപോലെ ഈശോ വിളമ്പി നൽകുന്നത് കേവലം അവൻ്റെ ശരീരം മാത്രമല്ല, അവൻ വിളമ്പുന്നത് അവൻ്റെ ജീവിതമാണ്. 33 വർഷത്തെ ഈശോയുടെ ജീവിതമാണ് അവനിങ്ങനെ ആ വെളുത്ത അപ്പത്തിൻ്റെ രൂപത്തിൽ നമുക്ക് വിളമ്പിത്തരുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ അതാണ് ശരീരം എന്ന വാക്കിന്റെ അർത്ഥം. 2, ഈശോയുടെ രക്തം എന്തിനെ സൂചിപ്പിക്കുന്നു? നഴ്സുമാരെ, ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിലും രക്തം എന്തിനെ സൂചിപ്പിക്കുന്നു? സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം. ജീവനെ സൂചിപ്പിക്കുന്നു. അമ്മച്ചി നേഴ്സാണോ? അല്ല, വീട്ടിലെ നേഴ്സാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ? നമുക്കറിയാം. അതുകൊണ്ട് ചോര വാർന്നു പോയ ആള് തീർന്നു പോകും നമുക്കറിയാം അല്ലേ? അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ
ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. ലേവ്യർ 17:11, ലേവ്യരുടെ പുസ്തകം 17:11 കൃത്യമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രക്തം ജീവന്റെ അടയാളമാണ്. രക്തം വാർന്നു പോകുമ്പോൾ മരിക്കുന്നു. രക്തം ജീവനെ സൂചിപ്പിക്കുന്നു. അടുത്തൊരു ചോദ്യം കൂടി, ശരീരത്തിൽ നിന്നും വേർപെട്ട് കിടക്കുന്ന രക്തം എന്തിനെ സൂചിപ്പിക്കും? അങ്ങനെയാണെങ്കിൽ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു യാത്ര പോകുന്ന വഴിയിൽ കുറേയധികം രക്തം തളം കെട്ടി കിടക്കുന്നു. നമുക്കത് കാണുമ്പോൾ എന്താ തോന്നുക? എന്ത് തോന്നും? അവിടെ എന്ത് നടന്നിട്ടുണ്ട്? അവിടെ ഒരു കൊലപാതകം. എൻ്റെ അമ്മച്ചി, ഈ കാലത്ത് കൊലപാതകത്തിൻ്റെ കഥ തന്നെയാണ്. എന്നെ പേടിപ്പിക്കരുത് കേട്ടോ. ആ അപ്പച്ചൻ പറഞ്ഞ വളരെ കൃത്യമാണ് അല്ലേ? അവിടെ ഒരു അപകടം നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ മയത്തി പറയണം കേട്ടോ. അവിടെ ഒരു അപകടം നടന്നിട്ടുണ്ട്. അവിടെ ആർക്കോ വലിയൊരു മുറിവുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ഒരു മരണം നടന്നിട്ടുണ്ട്. കൊലപാതകം അങ്ങനെയും പറയാം കേട്ടോ, തീർച്ചയായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഒരു മുറിവ്, ഒരു അപകടം, ഒരു മരണം നടന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. വിശുദ്ധ കുർബാനയുടെ 2-ാം ഭാഗം യേശുവിൻ്റെ രക്തമാണ്. ഒരു അൾത്താര നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരികയാണെങ്കിൽ, അൾത്താര, ഇതുപോലെ അൾത്താര, പള്ളിയിൽ അൾത്താരയെ നിങ്ങൾ ഓർമ്മിക്കുക. അൾത്താരയുടെ 2 വശത്തും 2 ചെറിയ മേശകളുണ്ട്. അതിൻ്റെ പേര് ഉപപീഠങ്ങൾ അല്ലെങ്കിൽ ബേസ്കസകൾ എന്നാണ് അല്ലേ? അതിൽ ഒരെണ്ണത്തിൽ അപ്പം വെക്കുന്നു പീലാസയിൽ, ഒരെണ്ണത്തിൽ കാസയിൽ വീഞ്ഞ് വെക്കുന്നു. ഓക്കെ, എന്നിട്ട് കാഴ്ചവെപ്പിൻ്റെ സമയത്ത് അച്ഛൻ കൈ കഴുകിയിട്ട് ഒരു കൈയിൽ കാസയും മറുകൈയിൽ പീലാസയും, ഒരു കൈയിൽ വീഞ്ഞ് മറുകൈയിൽ അപ്പം, അത് രണ്ടും എടുത്ത് 2 കൈയിൽ എടുത്തുകൊണ്ട് വരുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, ഭാവനയിൽ അത് കണ്ടോളൂ. അതിങ്ങനെ കൊണ്ടുവന്ന് അൾത്താരയുടെ നടുക്കെത്തുമ്പോൾ അത് കുരിശാകൃതിയിൽ ഉയർത്തിപ്പിടിക്കും. നമുക്കറിയാം, ഈശോയുടെ രക്ഷാകര കർമ്മങ്ങൾ പ്രതീകങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയുമാണ് അൾത്താരയിൽ പുനരവതരിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കിത് മനസ്സിലായിട്ടും അല്ലേ? ഇതൊരു അടയാളമാണ്. കൈകൾ ഇങ്ങനെ കുരിശാകൃതിയിൽ പിടിക്കുന്ന ഒരു അടയാളമാണ്. അതെന്തിനെ സൂചിപ്പിക്കുന്നു പറയാവോ? ഈശോയുടെ രക്ഷാകര കർമ്മങ്ങളിൽ ഏത് കർമ്മത്തെ സൂചിപ്പിക്കുന്നത്? കുരിശുമരണത്തെ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കുർബാന അർപ്പിക്കുന്ന വൈദികനെ സൂക്ഷിച്ചു വീക്ഷിക്കുന്നു എന്ന് ശുശ്രൂഷി ഒരു പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് അല്ലേ? സൂക്ഷിച്ച് വീക്ഷിക്കണം, എങ്കിലേ ഈ അച്ഛൻ ചെയ്യുന്ന പരിപാടികളെ മനസ്സിലാവുള്ളൂ. അച്ഛൻ എന്നൊക്കെ ചെയ്യുന്നത് സൂക്ഷിച്ച് വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഈ അടയാളം ഈശോ കാൽവരി കുരിശിൽ മരിച്ചതിൻ്റെ അടയാളമാണ്. നോക്കിക്കേ, അന്നേരം അങ്ങനെ പിടിക്കുമ്പോൾ അപ്പവും വീഞ്ഞും 2 കൈകളിലാണ്. അപ്പം ഒരു കൈയിൽ, വീഞ്ഞൊരു കൈയിൽ. ഇവിടെ ഈശോയുടെ മരണത്തിൻ്റെ ഒരു കാരണം യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നു തീർന്നു എന്നതാണ്. അപ്പോൾ ശരീരത്തിൽ നിന്നും രക്തം വാർന്നു തീരുമ്പോൾ മരണം സംഭവിക്കുന്നു. 2 കൈയിൽ അപ്പത്തിൽ നിന്നും വേർപെട്ട രക്തം, പിലാസ കാസ, വീഞ്ഞ് രക്തം, വീഞ്ഞ് അപ്പം. ഇവിടെ നോക്കിക്കേ, അപ്പോൾ ഈശോയുടെ ശരീരത്തിൽ നിന്നും വേർപെട്ട ഈ രക്തം, അത് സൂചിപ്പിക്കുന്നത് ഈശോയുടെ മുറിവാണ്, ഈശോയുടെ സഹനമാണ്, ഈശോയുടെ പീഡാസഹനമാണ്, ഈശോയുടെ മരണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഈശോയുടെ മുറിവ്, ഈശോയുടെ സഹനങ്ങൾ, ഈശോയുടെ മരണം, അതാണ് വേർപെട്ട രക്തം സൂചിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നെ നന്നായിട്ട് സൂക്ഷിച്ച് വീക്ഷിക്കണം. ഇംഗ്ലീഷ് നേരത്തെ പറഞ്ഞല്ലേ, ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് അത് പിടികിട്ടുക, വിട്ടുകളയുന്നത് അല്ലേ? അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ശരീരം എന്ന് പറയുമ്പോൾ ഈശോയുടെ ജീവിതം തന്നെയാണ്, ഈശോയുടെ ഈ ഭൗതിക ശരീരം ഈശോയുടെ ജീവിതം മുഴുവനുമാണ്. രക്തമെന്ന് പറയുമ്പോൾ ഈശോയുടെ സഹനവും ഈശോയുടെ മരണവുമാണ്, മരണാനുഭവങ്ങളുമാണ്. അങ്ങനെ നമ്മൾ വിശുദ്ധ കുർബാനയെ കുറിച്ച് 3-ാമത്തെ നിർവചനത്തിലേക്ക് വരികയാണ്. എന്താണ് ഈശോയുടെ കുർബാന? ഈശോയുടെ കുർബാന, ഈശോ തൻ്റെ ജീവിതത്തെ മുഴുവനായി, അവിടുത്തെ ശരീരവും അവിടുത്തെ രക്തവും, തൻ്റെ ജീവിതം മുഴുവനായി, ഈ ലോക ജീവിതത്തിലെ 33 വർഷങ്ങളുടെ ജീവിതവും അവൻ്റെ സഹനങ്ങളും മരണവും, അങ്ങനെ ജീവിതത്തെ മുഴുവനായി പിതാവിനർപ്പിച്ച ബലിയാണ്, യാഗമാണ് ഈശോയുടെ കുർബാന. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കട്ടെ, എന്താണ് ഈശോയുടെ കുർബാന? ഈശോ തൻ്റെ ജീവിതത്തെ മുഴുവനായി എന്ന് പറയുമ്പോൾ ഈശോയുടെ ശരീരം, ഈശോയുടെ രക്തം, ഈശോയുടെ 33 വർഷത്തെ ജീവിതം, ഈശോയുടെ പീഡാനുഭവങ്ങൾ, സഹനങ്ങൾ, മരണം, ഈശോ തൻ്റെ ജീവിതത്തെ മുഴുവനായി പിതാവായ ദൈവത്തിന് അർപ്പിച്ച യാഗമാണ്, ബലിയാണ് ഈശോയുടെ വിശുദ്ധ കുർബാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി 4-ാമത്തെ ഒരു നിർവചനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ 3 നിർവചനങ്ങൾ പറഞ്ഞ് മറന്നുപോയോ? ആദ്യത്തേത്, ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടിയുടെ, വേദപാഠ ക്ലാസ്സിലെ കുട്ടിയുടെ നിർവചനം. 2 വേദപുസ്തകം നൽകിയ 2 വാക്കിലെ ഈശോയുടെ ശരീരം, ഈശോയുടെ രക്തം എന്ന് പറയുന്ന നിർവചനം. 3, ഇപ്പോൾ നമ്മൾ പഠിച്ച 3-ാമത്തെ നിർവചനം, അത് ഈശോ തൻ്റെ ജീവിതത്തെ മുഴുവനായി പിതാവിനർപ്പിക്കുന്ന യാഗം, ബലിയാണ് വിശുദ്ധ കുർബാന. 4-ാമത്തെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള നിർവചനം, അത്
നമ്മൾ എങ്ങനെ കുർബാന അർപ്പിക്കണം, നമുക്ക് എന്താണ് കുർബാന എന്നൊരു നിർവചനമാണ്, ഒരു ബോധ്യമാണ്. വേദപുസ്തകം എന്താ പഠിപ്പിക്കുക? പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറയുകയാണ്: ആകയാൽ സഹോദരന്മാരെ, ദൈവത്തിൽ നിന്ന് ലഭിച്ച കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇനി പൗലോസ് പറയുന്ന വാക്യങ്ങളാണ് നമ്മുടെ കുർബാന. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രൈസ്തവന്റെ യഥാർത്ഥമായ ആരാധന ഏതാണ്? വിശുദ്ധ കുർബാനയാണ്. അതിനെന്താ സംശയമുള്ളത്? നമ്മുടെ യഥാർത്ഥമായ ആരാധന വിശുദ്ധ കുർബാനയാണ്. ഈ കുർബാന നമ്മൾ എങ്ങനെ അർപ്പിക്കണമെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. നോക്കിക്കേ, ആ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആ വാക്കുകളൊന്ന് പഠിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ശരീരങ്ങളെ. പ്രിയപ്പെട്ടവരെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ യഥാർത്ഥത്തിലുള്ള കാഴ്ച വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് പറയാമോ? നമ്മൾ കുർബാനയെ കുറിച്ച് പഠിക്കുന്നത്. നമുക്ക് നന്നായിട്ട് കുർബാന അനുഭവവേദ്യമായി അർപ്പിക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം. എന്തൊക്കെയാണ് വിശുദ്ധ കുർബാനയിലെ കാഴ്ച വസ്തുക്കൾ? ഈശോയുടെ ശരീരവും ഈശോയുടെ രക്തവുമാണ്. അത് മാറ്റം വരല്ലേ? നമ്മൾ കൊണ്ടുവയ്ക്കുന്ന പൂക്കളും അല്ലേ, മറ്റു സാധനങ്ങളൊന്നുമല്ല. വിശുദ്ധ കുർബാനയിലെ കാഴ്ച വസ്തുക്കൾ ഈശോയുടെ ശരീരവും ഈശോയുടെ രക്തവുമാണ്. രണ്ടാമത്തെ ഒരു ചോദ്യം, നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ കാഴ്ച വസ്തുക്കൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ആയിരിക്കണം? നമ്മുടെ ശരീരവും നമ്മുടെ രക്തവും. നമ്മുടെ ശരീരം, നമ്മുടെ രക്തം. വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ പള്ളിയിൽ അർപ്പിക്കുവാൻ കൊണ്ടുപോകേണ്ട രണ്ട് കാഴ്ച വസ്തുക്കൾ എന്തൊക്കെയാണ്? നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ രക്തം. അത് രണ്ടിനെയും അർത്ഥം നമ്മൾ പഠിച്ചു. ഒന്നുകൂടെ പഠിക്കാം നമുക്ക്. പ്രിയപ്പെട്ട, ആദ്യത്തെ കാഴ്ച വസ്തു നമ്മുടെ ശരീരം. നമ്മൾ അതിന് അർത്ഥം നമ്മൾ പിടികിട്ടിയതാണ് അല്ലേ? ശരീരം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന പച്ച ശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യരായതുകൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഒന്ന്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയാം. 68 കിലോ തൂക്കവും 48 വയസ്സും എനിക്കുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശരീരം എന്ന വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം, ഒന്ന് 68 കിലോയുള്ള എൻ്റെ ഈ ശരീരമാണ്. ഓക്കെ, 5.5 അടി പൊക്കവും 68 കിലോയുമുള്ള എൻ്റെ ഈ ഭൗതിക പച്ച ശരീരം. ഓക്കെ, ഒന്ന്. രണ്ട്, 48 വർഷത്തെ എൻ്റെ ജീവിതം. ഇത് രണ്ടും ചേരുമ്പോഴാണ് എൻ്റെ ശരീരം എന്ന യഥാർത്ഥത്തിലുള്ള അർത്ഥം പൂർണ്ണമാവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ 5.5 അടി പൊക്കമുള്ള 68 കിലോയുള്ള എൻ്റെ ഈ ശരീരവും 48 വർഷത്തെ എൻ്റെ ജീവിതവും. പൗലോസ് പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ. അടുത്ത വാക്ക് എന്താണ്? വിശുദ്ധവും. നമുക്ക് ഓരോ വാക്കെടുക്കാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയ്ക്ക് യോജിച്ച കാഴ്ച വസ്തുവായി മാറണമെങ്കിൽ എനിക്ക് വിശുദ്ധമായ ഒരു ശരീരമുണ്ടാകണം, എനിക്ക് വിശുദ്ധമായ ഒരു ജീവിതമുണ്ടാകണം. എൻ്റെ ജീവിതം, 48 വർഷത്തെ എൻ്റെ ജീവിതം വിശുദ്ധമായ ഒരു ജീവിതമാകണം. എൻ്റെ ഈ ശരീരം ഞാൻ ഇന്നോളം വിശുദ്ധിയിൽ സൂക്ഷിക്കണം. ഞാൻ എൻ്റെ ശരീരത്തിനെതിരെ തെറ്റ് ചെയ്ത് പാപം ചെയ്ത് ഈ ശരീരത്തെ മലിനപ്പെടുത്തിയ വ്യക്തിയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ തോന്നിയതുപോലെ ജീവിച്ച തോന്നിവാസിയായി ജീവിച്ച ഒരു മനുഷ്യനാണെങ്കിൽ എൻ്റെ കാഴ്ച വസ്തു ദൈവത്തിന് പ്രീതികരമാവില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ചോദ്യം, നമ്മുടെ ഉത്തരങ്ങളെല്ലാം ആ ചെറുപ്പക്കാരൻ്റെ ഒരു മറുപടിയുമായി ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ട് കുർബാന ബോറിംഗ് ആകുന്നു? ഒന്നാമത്തെ ഉത്തരം, എനിക്ക് ഒരു വിശുദ്ധമായ ശരീരമില്ല, എനിക്ക് ഒരു വിശുദ്ധമായ ജീവിതമില്ല. അതുകൊണ്ട് പള്ളി നിൽക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥതയാണ്. കാരണം പള്ളി പരിശുദ്ധമായ സ്ഥലമാണ്. അർപ്പിക്കുന്നത് ഈശോയുടെ പരമമായ ബലി, രക്ഷയുടെ ബലിയാണ്, പിശാചിന്റെ തല തകർത്ത ബലിയാണ്. ആ ബലിയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് വിശുദ്ധിയില്ലെങ്കിൽ, എനിക്കൊരു ഒരുക്കമില്ലെങ്കിൽ എനിക്ക് അസ്വസ്ഥതയാണ്. അവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്കിത് ബോറിംഗ് അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കുഞ്ഞുമക്കളുടെ ജീവിതം മുതൽ യുവതി യുവാക്കന്മാർ നമ്മുടെ ജീവിതം വരെ പരിശോധിച്ചോളൂ. നമ്മുടെ ശരീരത്തെ നമ്മൾ എത്ര വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നുണ്ട്? നമ്മുടെ ജീവിതം നമ്മൾ എത്ര വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ ജാഗ്രത പുലർത്തുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്കിലേക്ക് പോകാം. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവും. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മളൊക്കെ പള്ളിയിൽ കുർബാനയ്ക്കും നമ്മൾ പ്രാർത്ഥിക്കുവാനൊക്കെ പള്ളിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചാൽ, ഇങ്ങനെ ഒരു ബലിയർപ്പിച്ചാൽ
എൻ്റെ ഈ പ്രാർത്ഥനയും ബലിയും ദൈവത്തിന് പ്രീതികരമാണോ അല്ലയോ എന്ന് നമ്മളിൽ എത്ര പേര് ചിന്തിക്കാറുണ്ട്? നമ്മൾ പള്ളി വരുന്നു, ഒരു പ്രാർത്ഥനയില്ലേ അങ്ങ് പോകുന്നു, നമ്മൾ ഒരു കുർബാനയെ അങ്ങ് കൂട്ടിയിട്ട് അങ്ങ് പോകുന്നു, അല്ലേ? ദൈവത്തിന് പ്രീതികരമായോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പോകുന്നില്ല. നമുക്കറിയാം, ഈ ഭൂമിയിലെ ആദ്യത്തെ 2 മക്കൾ ആരൊക്കെയാണ്? അവരെ കയനും ആബേലും. മാതാപിതാക്കൾ അപ്പുറമേയും പറഞ്ഞ് പോയി ബലിയർപ്പിക്കും. 2 പേരും ബലിയർപ്പിക്കാൻ പോയി. ആരുടെ ബലി സ്വീകരിച്ചു? ആബേലിന്റെ ബലി. എന്തുകൊണ്ട് കായന്റെ ബലി തിരസ്കരിച്ചു? അവൻ മോശമായ കാഴ്ച വസ്തുക്കൾ സമർപ്പിച്ചു. ആബേൽ നിർമ്മലമായി, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ കുർബാനയോട് ചേർന്നുള്ള ചില പാട്ടുകൾ നമ്മൾ പാടും. ആബേലിൻ നിർമ്മലമാം അർപ്പണം പോലെ, ആബേലിൻ നിർമ്മലമാം അർപ്പണം പോലെ. ആബേലിൻ്റേത് ഒരു കുഞ്ഞാടിൻ്റെതിന് തുല്യമായ, യേശുവിൻ്റെ തുല്യമായ ഒരു ബലിയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ദൈവത്തിന് പ്രീതികരമാകുന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ബലിയും ദൈവത്തിന് പ്രീതികരമാവുന്നില്ലെങ്കിൽ നഷ്ടങ്ങളാണ്. സമയം നഷ്ടം, ദിവസം നഷ്ടം. വല്ല വണ്ടിക്കല്ലെങ്കിലും പള്ളി പോണേ, പെട്രോൾ നഷ്ടം, വണ്ടിയുടെ തേയ്മാനം കഴിഞ്ഞോ? മാത്രമല്ല കാശ് നഷ്ടം. നിങ്ങൾക്കറിയാമോ? വിശുദ്ധ കുർബാനയുടെ വിലയൊക്കെ കൂടി കേട്ടോ. ഒറ്റ കുർബാനയ്ക്ക് 75,000 100 പാട്ട് കുർബാന 150 എത്രയായി? 200 കാശ് നഷ്ടം. മനസ്സിലായില്ലേ? അച്ഛാ കുർബാനയിലിടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈസയും കൊടുത്തിട്ട് അവിടെ പോയി കണ്ടകാണാതെ ഒരു കുർബാനയും പ്രാർത്ഥന പറയും പോയാൽ നിങ്ങൾക്ക് നഷ്ടം. അച്ഛനാ ഭക്തിയോടൊരു കുർബാന ചെല്ലും, ആ പൈസ അച്ഛന് കിട്ടും. നഷ്ടമാകരുതേ കുർബാന, ബലിയൊരു നഷ്ടമാകരുത്. നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് നഷ്ടമാകരുത്. ദൈവത്തിന് പ്രീതികരമാവുന്നുണ്ടോ? ഇങ്ങനെ കൈയും കെട്ടി 1.5 കാലം നിന്ന് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി വായിക്കോട്ടയും വിട്ട്, ഇല്ലേ, അശ്രദ്ധമായി നിന്ന് വായും തുറക്കിയില്ല, അങ്ങനെ പള്ളി വന്നൊരു ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയാൽ ഈ ബലി ദൈവത്തിന് പ്രീതികരമായോ ഇല്ലയോ എന്ന് ചിന്തിക്കണം നമ്മൾ. പൗലോസിന്റെ വാക്കുകൾ എത്ര സുന്ദരമാണ്. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ, അടുത്ത വാക്ക് നോക്കിക്കേ, സജീവ ബലിയായി അർപ്പിക്കുവിൻ. സജീവ ബലിയായി. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് സജീവ ബലിയായി എന്ന് പറയാൻ കാരണം? കാരണത്രേ ഉള്ളൂ. ചത്തതിനെ ബലി കഴിക്കാൻ പറ്റുമോ? ബലി എന്ന് പറയാൻ അർത്ഥം എന്താ? ബലി ചെയ്യുക എന്ന് പറയാൻ അർത്ഥം എന്താ? കൊല്ലുക. നേരത്തെ ചേച്ചി പറഞ്ഞു കൊല്ലുക തന്നെ, അല്ലേ? എന്തിനെ കൊല്ലാൻ പറ്റുള്ളൂ? ചത്തതിനെ കൊല്ലാൻ പറ്റുമോ? ഇല്ല. ജീവനുള്ളതിനെ കൊല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് ഈ ദൈവത്തിന് വചനം പറയുക, സജീവ ബലിയായി അർപ്പിക്കുവിൻ എന്ന് പറഞ്ഞാൽ ജീവനോടെ അർപ്പിക്കണം. ഇത് പറയാൻ കാരണമുണ്ട്. പള്ളിയിൽ കുർബാനയ്ക്ക് വരുന്ന ചില ആളുകളെ കാണുമ്പോൾ ജീവനുണ്ടോ ചത്തോ എന്നൊക്കെ സംശയം വരും. നീണ്ട വായ്ക്കോട്ട വിട്ട മുഖമൊക്കെ കാണുമ്പോൾ, ചിലരുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണും മുഖലാണ് കാണുമ്പോൾ, നമ്മുടെ ലാസർ ഉണ്ടല്ലോ, ജീവിച്ച ലാസറല്ല, മരിച്ചിട്ട് 4-ാം ദിവസം ഏറ്റവും ലാസറല്ലേ, അതിനേക്കാൾ കഷ്ടമാണ് ചിലരുടെ മുഖത്ത് നോക്കുമ്പോൾ, ഇല്ലേ? പള്ളി വന്ന് കാലം നീട്ടി ചടച്ചൊരു ഇരിപ്പാണ്. എന്ത് സജീവമായ ബലി! ഇതെല്ലാം ഈ കാഴ്ച കണ്ട് മടുക്കുമ്പോൾ, ഈ കാഴ്ച കണ്ട് ഒരു ജീവനില്ലാത്ത നിപ്പ് കാണുമ്പോൾ ശുശ്രൂഷ പറയും, ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. ജനം അങ്ങനെ മറുപടി ചെല്ലും. ജനം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ജനം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പരിപാവനമാം സർവേശ പരിപാവനമാം. നമുക്കെന്നാലും ജീവനില്ല. പ്രിയപ്പെട്ടവരെ, അല്പം കൂടി സ്വരമുയർത്തി ഇച്ചിരിയോടെ ജീവനോടെ നമുക്ക് ബലിയർപ്പിക്കാം. കാരണം ഇതാരുടെ ബലിയാണ്? ഈശോ മിശിഹായുടെ, അല്ലേ? അവന്റെ ബലിയാണിത്. അവൻ ജീവനോടെ, എത്ര ജീവനോടെയാണ് ഈശോ ബലിയർപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് 2004 മെൽ ഗിബ്സൺ ഇറക്കിയ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ കണ്ടിട്ടുണ്ടാകും. നമ്മളെപ്പോഴും ഈ കരുണയുടെ ചുമ്മാലകൾ വേണ്ടി ആ വീഡിയോ ക്ലിപ്പുകൾ നമ്മൾ കൂട്ടിച്ചേർത്ത് കാണാറുണ്ട്, അല്ലേ? ഒന്ന് നോക്കിക്കേ. പീലാത്തോസിന്റെ അരമന മുറ്റത്ത് വെച്ച് ആരംഭിക്കുന്ന ഈശോയുടെ ബലിയുടെ ഏറ്റവും നിർണായകമായ മുഹൂർത്തങ്ങൾ. ചമ്മട്ടേടി കൊണ്ട് ഈശോ അങ്ങനെ വീണു. എല്ലാവരും വിചാരിച്ചു ഒരു പക്ഷേ ഈശോ മരിച്ചുപോയി, അവർ അടിച്ചവരൊക്കെ വിചാരിച്ചു. നമ്മൾ പോലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചങ്ങല കിളിക്കുന്നു, അവന്റെ കൈകൾ നിവരുന്നു. യേശു നിവർന്നിട്ട് നിന്നു കൊടുക്കാൻ അടിക്കട തന്നെ, ഇല്ലേ? ആദ്യം കഴിഞ്ഞ് ഈശോയെ വലിച്ചുകൊണ്ട് അവിടെ ഇട്ടു. എന്നിട്ട് ഈശോയെ വീണ്ടും വലിയ അവനേക്കാൾ ഭാരമുള്ള കുരിശും ചുംബിച്ചുകൊണ്ട് കാൽവരിലേക്ക് കൊണ്ടുപോയി. നമുക്കറിയാം, അന്ത്യത്താഴ സമയത്ത് ഈശോ മാത്രം ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടില്ല. ശിശുമാരൊക്കെ നന്നായിട്ട് തിന്നു കുടിച്ചു, വീഞ്ഞും കുടിച്ച് അപ്പം നിന്നു അവര്. അതുകൊണ്ട് അവർക്ക് ക്ഷീണമൊന്നുമില്ല. അവർ തീറ്റ കൂടുതലായതുകൊണ്ട് ഗസമേന്റെ വിളപ്പിൽ കിടന്ന് അവർ കിടന്ന് ഉറങ്ങി. തീറ്റ അധികമാകുമ്പോൾ ആരും ഉറങ്ങിപ്പോകും. ചിലർ സന്ധ്യാപ്രാർത്ഥനയ്ക്കും പള്ളിയിലിരുന്ന് ഉറങ്ങും. അതുകൊണ്ട് അച്ഛന്മാരും മുതിർന്നവരും കാരണന്മാരൊക്കെ പറയും, എന്ത് ചെയ്യണം? ഭക്ഷണം കഴിച്ച ശേഷം പ്രാർത്ഥിക്കരുത്, അത്താഴത്തിന് മുമ്പ് പ്രാർത്ഥിക്കണം. തീറ്റയ്ക്ക് ശേഷം 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് ബലിയർപ്പിക്കാൻ പാടുള്ളൂ. ഇരുന്ന് ഉറങ്ങാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ യേശു എന്ത് ജീവനോടെ എന്നിട്ട് പോയെന്ന് നോക്കിക്കേ. അവൻ ആ കുരിശും വെച്ച് വീഴുന്നുണ്ട്.
പക്ഷെ അവൻ പൂർവാധികം കരുത്തോടെ എഴുന്നേറ്റ് നടക്കുന്നു. കുരിശിലേക്ക് അവൻ നീന്തി കയറി, അവനെ ആണിയടിച്ചു, കുരിശെ തൂക്കി. 3 മണിക്കൂറുകൾ ജലപാനം, ഭക്ഷണമില്ലാതെ പീഡനങ്ങൾ, ശരീരത്തിൽ ചോര വാർന്നൊഴുകി യേശു കടന്നു. പ്രിയപ്പെട്ടവരെ, ആ ബലിയിലാണ് ഒരു ജീവനും ശ്രദ്ധയുമില്ലാതെ നമ്മളെല്ലാം പങ്കെടുക്കുന്ന. നമ്മൾ ഓർമ്മിക്കണം, എന്ത് സജീവത്തുണ്ട് നമുക്ക്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇവിടെ അതുകൊണ്ട് നമ്മൾ ബലി കണയുമ്പോൾ നല്ല ജീവനോടെ, അതാണ്. അതുകൊണ്ട് നാളെ കുർബാനയ്ക്ക് പോകണമെങ്കിൽ ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങണം. ക്ഷീണമുള്ളവരാണെങ്കിൽ നേരത്തെ കിടന്ന് ഉറങ്ങി, നേരത്തെ ഉണർന്ന് കുളിച്ച് റെഡിയായി, ഇല്ലേ, നല്ല ജീവനോടെ അങ്ങനെ വേണം പള്ളിയിലേക്ക് വരാനായിട്ട്. ഒരു കുർബാന പുസ്തകം കൊണ്ട് കൈവിട്ടെടുക്കണം. എന്നിട്ട് സ്വരം ഉയർത്തി പ്രാർത്ഥിക്കണം. ജനം മുഴുവൻ അങ്ങനെ. ഇത് ജീവിക്കുന്ന മനുഷ്യരുടെ ബലിയാണ്, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായുടെ ബലിയാണ്. അങ്ങനെ അതിൽ പങ്കെടുക്കണം. അപ്പോൾ ആ ബലി നോക്കിക്കേ, വിശുദ്ധമായി അർപ്പിക്കുമ്പോൾ, സജീവമായി അർപ്പിക്കുമ്പോൾ ഈ ബലി ദൈവത്തിന് പ്രീതികരമാകും. അങ്ങനെ ദൈവത്തിന് പ്രീതികരമായാൽ ആ ബലി രക്ഷാകരമായി തീരും. മാതാപിതാക്കന്മാർ ഇങ്ങനെ ബലിയിൽ പങ്കെടുത്താൽ തലമുറ കൈമാറി ദൈവം രക്ഷയുടെ കൃപകൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ഈശോയുടെ പാടുപീഡകളിൽ പങ്കെടുത്ത് നോക്കുക, യേശുവിനോടൊപ്പം സഹിച്ച്, യേശുവിനോടൊപ്പം മരിച്ചടക്കപ്പെട്ട്, യേശുവിനോടൊപ്പം ഉത്ഥാനം ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് വിശുദ്ധ കുർബാന നമ്മളെ കൊണ്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് വിശുദ്ധമായ ഒരു ശരീരം, വിശുദ്ധമായ ഒരു ജീവിതം. പലപ്പോഴും വിശുദ്ധ കുർബാന നമ്മുടെ മുമ്പിൽ വെക്കുന്ന വെല്ലുവിളി എന്തെന്നറിയാമോ? ഈ വിശുദ്ധ ജീവിതമാണ്. പ്രത്യേകിച്ചും മാധ്യമങ്ങളുടെ ദുരുപയോഗം വർദ്ധിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തെ ലഹരിയുടെ പിടിയിൽ അമർന്ന ജനത്തിന് മുമ്പിൽ വിശുദ്ധ കുർബാന വലിയൊരു വെല്ലുവിളിയാണ്. എങ്ങനെ വിശുദ്ധി ജീവിക്കാൻ പറ്റും? എങ്ങനെ വിശുദ്ധമായ ശരീരത്തെ സൂക്ഷിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കുർബാന ഏറ്റവും അനുഭവപൂരിതമായി അർപ്പിക്കണമെങ്കിൽ നമുക്ക് ഈ ആദ്യത്തെ ഭാഗം വളരെ കൃത്യമായിട്ട് പഠിക്കണം. റോമാ 12:1, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ, ഇതായിരിക്കട്ടെ നിങ്ങളുടെ ആരാധന. കുർബാനയുടെ 2ാം ഭാഗം, നമ്മുടെ 2ാമത്തെ കാഴ്ച വസ്തു നമ്മുടെ രക്തമാണ്. നേരത്തെ പറഞ്ഞു, രക്തം, ശരീരത്തിൽ നിന്നും വേർപെട്ട രക്തം എന്തിനെ സൂചിപ്പിക്കുന്നു? പറഞ്ഞു, സഹനം, മുറിവുകൾ, വേദന, മരണം, ഇല്ലേ? ഇവിടെ നമ്മൾ കുർബാനയ്ക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ ഈ കാഴ്ച വസ്തുക്കൾ നമ്മൾ കൊണ്ടുവരണം. നമ്മൾ വെറും പാവം മനുഷ്യരാണ്. എന്തോരം വേദനകൾ, മുറിവുകൾ, ശരീരത്തെക്കാൾ കൂടുതൽ ആത്മാവിനും മനസ്സിനുമേറ്റ മുറിവുകൾ, അല്ലേ? മരണകരമായ എന്തോരം അനുഭവങ്ങൾ, ജീവിതത്തിലെ പരാജയങ്ങൾ, നിന്ദനങ്ങൾ, പരിഹാസങ്ങൾ, തകർച്ചകൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ഇതെല്ലാം എൻ്റെ ബലിവസ്തുവാണ്. അതിങ്ങനെ കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് വീണ്ടും യേശുവിൻ്റെ കുരിശ് പ്രിയപ്പെട്ടവർ ഓർമ്മിക്കണം. വൈദികൻ അപ്പവും വീഞ്ഞും കുരിശാകൃതിയിൽ ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം, എൻ്റെ ഈ ഭൗതിക ശരീരം, വിശുദ്ധമായ ഈ ശരീരവും എൻ്റെ ഈ കാലത്തെ എൻ്റെ ജീവിതവും ആ അപ്പത്തിലേക്ക് യേശുവിൻ്റെ ശരീരത്തോടും യേശുവിൻ്റെ ജീവിതത്തോടും ചേർത്ത് വെക്കണം. എൻ്റെ ദുഃഖങ്ങൾ, മുറിവുകൾ, എൻ്റെ സഹനങ്ങൾ, മരണാനുഭവങ്ങൾ ഞാൻ എന്ത് ചെയ്യണം? യേശുവിൻ്റെ കാസയിലേക്ക് ചേർത്ത് വെക്കണം. അങ്ങനെ ഞാൻ യേശുവിൻ്റെ ബലിയോട് ചേർത്ത് എൻ്റെ ബലി പിതാവിന് അർപ്പിക്കുന്നതാണ് എൻ്റെ കുർബാന. 4ാമത്തെ നിർവചനം, എൻ്റെ കുർബാന എന്താണ്? ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെയാണ് കുർബാനയിൽ പങ്കെടുക്കേണ്ടത്? ഞാൻ എൻ്റെ ജീവിതത്തെ മുഴുവനായി, എൻ്റെ ശരീരവും എൻ്റെ ജീവിതവും എൻ്റെ സഹനങ്ങളും മരണാനുഭവങ്ങളും കാസപിലാസകളിലേക്ക് ചേർത്ത് വെച്ച് യേശുവിനോടൊപ്പം പിതാവിനർപ്പിക്കുന്ന യാഗം, അതെൻ്റെ കുർബാനയാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, എന്തായിരിക്കണം എൻ്റെ കുർബാന? ഞാൻ എൻ്റെ ജീവിതത്തെ മുഴുവനായി, ഒന്നും മിച്ചം വെക്കരുത്. ഹൃദയത്തിൽ തിന്മയുണ്ടായിക്കോട്ടെ, അതും ബലി കഴിക്കണം. വെറുപ്പ്, വിദ്വേഷം, പക, നീരസങ്ങൾ, അരിശങ്ങൾ എല്ലാം, എൻ്റെ എല്ലാ വൈകാരികമായ പ്രശ്നങ്ങൾ, അതെല്ലാം മുഴുവൻ ഞാൻ എൻ്റെ ജീവിതത്തെ മുഴുവൻ, യേശു ജീവിതത്തെ മുഴുവനായി ബലിയർപ്പിച്ചു. നമ്മളും നമ്മുടെ ജീവിതങ്ങളെ മുഴുവനായി യേശുവിൻ്റെ ജീവിതത്തോട് ചേർത്ത് പിതാവിനർപ്പിക്കുന്ന യാഗമാകണം എൻ്റെ കുർബാന. ഞാൻ എൻ്റെ ജീവിതത്തെ മുഴുവനായി ഈശോയുടെ ജീവിതത്തോട് ചേർത്ത് പിതാവിനർപ്പിക്കുന്ന യാഗമാണ് എൻ്റെ കുർബാന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് മനസ്സിലായവർ നന്നായിട്ടൊന്ന് കൈ ഉയർത്തി, നന്നായിട്ട് കൈയടിച്ചേ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പള്ളിയിൽ കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മൾ കാഴ്ചക്കാരല്ല, നമ്മൾ കാഴ്ച വസ്തുക്കളാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, പള്ളിയിൽ കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മൾ ആരും കാഴ്ചക്കാരല്ല, മറിച്ച് കാഴ്ചകളാണ്, കാഴ്ച വസ്തുക്കളാണ്.
യേശുവിൻ്റെ കാഴ്ചകളോട്, അവൻ്റെ ശരീരത്തോട്, രക്തത്തോട് നമ്മുടെ ശരീരത്തെയും രക്തത്തെയും ചേർത്ത് വെച്ച് ഈ ബലി അർപ്പിക്കുമ്പോൾ എന്താണ് അനുഭവം? ഈശോയുടെ രക്ഷാകര കർമ്മങ്ങളിൽ പങ്കെടുത്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് എനിക്ക് ഉയരാൻ പറ്റും. യേശുവിനോട് കൂടെ മരിച്ച്, യേശുവിനോട് കൂടെ അടക്കപ്പെട്ട്, യേശുവിൻ്റെ കൂടെ ഉയർക്കുന്ന അനുഭവം, ഉയിർപ്പിൻ്റെ ഉത്ഥാന ജീവിതത്തിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് ഉയരുവാനായിട്ട് പരിശുദ്ധ കുർബാന നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു, പള്ളിക്ക് അകത്തേക്ക് കുർബാന അർപ്പിക്കാൻ വരുന്ന മനുഷ്യനും പള്ളിക്ക് പുറത്തേക്ക് കുർബാന കഴിഞ്ഞ് പോകുന്ന മനുഷ്യനും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകണ്ടേ? ഞാൻ പറയാം, കുരിശിലേക്ക് പോയ ഈശോ, കല്ലറയിലേക്ക് പോയ ഈശോയും കല്ലറയിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ഈശോയും തമ്മിൽ വ്യത്യാസമുണ്ടോ? കല്ലറയിലേക്ക് പോയ ഈശോയെ കുറിച്ച് യെശയ്യാ 53 പറയും, അവനെ കണ്ടവരെല്ലാം മുഖം തിരിച്ചു കളഞ്ഞു. അതാണ്, അത്രമാത്രം നിന്ദിതനും ദുഃഖിതനുമായിരുന്നു, അല്ലേ? വിരൂപനായിരുന്നു ഈശോ. അതുകൊണ്ട് കണ്ടവരെല്ലാം, അതുകൊണ്ടാണ് പള്ളിയിലേക്ക് വരുന്ന മനുഷ്യരെ കാണുമ്പോൾ സങ്കടം തോന്നും. നിരാശ, ദുഃഖം, കഠിനമായ വേദനകൾ, രോഗങ്ങൾ, ആകുലതകൾ, അസ്വസ്ഥതകൾ എല്ലാം ഉണ്ട് പള്ളിയിലേക്ക് വരുന്ന നമുക്ക്. പക്ഷേ അതെല്ലാം യേശുവിൻ്റെ ബലിയിൽ ചേർത്ത് വെച്ച് അർപ്പിച്ചു കഴിയുമ്പോൾ ഞാൻ ഉദ്ധിതനെ പോലെയാകും. എനിക്ക് മുറിവുകളില്ല, എല്ലാ മുറിവുകളും ഉണങ്ങി, നിരാശയില്ല, ദുഃഖമില്ല, ആകുലതകളില്ല, എല്ലാം മാറി. ഞാൻ യേശു ക്രിസ്തുവിൽ പടുത്തുയർത്തപ്പെട്ട പുതിയ മനുഷ്യനായി മാറി. ഉത്ഥാനത്തിൻ്റെ മനുഷ്യൻ. നമ്മൾ പിന്നെ ഭൂമിയുടേതല്ല, നമ്മൾ സ്വർഗത്തിൻ്റെ മക്കളായി തീരുന്നു. അതുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും സ്വർഗത്തിൻ്റെ മക്കളാക്കി മാറ്റുന്ന, രക്ഷിക്കപ്പെട്ടവരാക്കി മാറ്റുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. ചിലരൊക്കെ ചോദിക്കാറില്ലേ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന്? കത്തോലിക്കിന്റെ വായ അടഞ്ഞിരിക്കും. നമുക്കറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ബലി വഴിയായി നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. യേശു ക്രിസ്തുവിന്റെ ബലിയിൽ ഇതുപോലെ പങ്കെടുത്താൽ നമ്മൾ രക്ഷ പ്രാപിക്കുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിന് അവകാശികളാക്കി, സ്വർഗതുല്യരാക്കി നമ്മളെ മാറ്റുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ അറിവോടുകൂടി നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ വരണം. ഈ അറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ചെറുപ്പക്കാർക്കും കുഞ്ഞുങ്ങൾക്കും നമ്മൾ പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്യണം. ഒന്നാമത്തെ ഉത്തരം എന്താണ് വിശുദ്ധ കുർബാന? 2, വിശുദ്ധ കുർബാനയിൽ വിശ്വാസം ഉണ്ടാകണം. എങ്കിലേ അത് ബോറിംഗ് അല്ലാതെ അർപ്പിക്കാൻ പറ്റുകയുള്ളൂ. എന്തുകൊണ്ട്? എന്താണ് വിശുദ്ധ കുർബാനയിൽ ഉണ്ടായിരിക്കേണ്ട വിശ്വാസം? വിശുദ്ധ കുർബാന എന്താണ്? ഈശോയുടെ ശരീരവും ഈശോയുടെ രക്തവും എന്ന് പറഞ്ഞാൽ ഈ അപ്പം യേശുവാണ്. ഇത് യേശുവിന്റെ ശരീരം, രക്തം എന്ന് പറയുമ്പോൾ ശരീരവും രക്തവും ചേരുമ്പോൾ വ്യക്തി. അതുകൊണ്ട് വിശുദ്ധ കുർബാന യേശുവാണ്. എന്താണ് ഇങ്ങനൊരു വിശ്വാസത്തിന് കാരണം? എന്താണ്? ഉത്തരം 1. എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം? ഉത്തരം 1, ആദ്യത്തെ ഉത്തരം, ഈശോ പഠിപ്പിച്ചു അത് അവന്റെ ശരീരവും അവന്റെ രക്തവുമാണെന്ന്, ഇല്ലേ? യേശു പഠിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം യേശു തന്നെ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്ന മനോഹരമായ പ്രബോധനമാണ്. വായിക്കണം. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം. പ്രോട്ടസ്റ്റന്റുകാരനായ അലൻ ഹണ്ട് എന്ന് പറയുന്ന മനുഷ്യനെ, സുവിശേഷ പ്രഘോഷകൻ, ആ മനുഷ്യനെ വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസിയാക്കി മാറ്റിയത് ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ പുനർവ്യാഖ്യാനം, പുനർവായനയാണ്. മനസ്സിലായോ? അത് വായിച്ചപ്പോൾ എന്താണ് വിശുദ്ധ കുർബാന എന്ന പ്രോട്ടസ്റ്റന്റ് സുവിശേഷ പ്രഘോഷണം മനസ്സിലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാനിത് വിശ്വസിക്കുന്നു. കാരണം ഇത് ഈശോ പഠിപ്പിച്ചു. ആകാശവും ഭൂമിയും കടന്നുപോയാലും അവന്റെ വാക്കിന് മാറ്റമില്ല. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. 2, നമ്മളെ അത് പഠിപ്പിച്ച 2ാമത്തെ ആൾ സഭാമാതാവാണ്. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ജീവിതത്തിന്റെ ആദ്യ പാഠങ്ങളും അടിസ്ഥാന പാഠങ്ങളും ഒക്കെ പഠിച്ചെടുത്തത് ഇതുപോലെ അമ്മമാരുടെ മടിത്തട്ടിലിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള 2ാമത്തെ പ്രബോധനം നമുക്ക് നൽകിയത് സഭാമാതാവാണ്. പരിശുദ്ധ അമ്മയ്ക്ക് തുല്യയായ സഭാമാതാവാണ്. സഭയുടെ പ്രബോധനം ഒരിക്കൽ പോലും മാറ്റി പറഞ്ഞില്ല. ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് എത്രയോ ആളുകൾ കുർബാനയ്ക്ക് എതിരെ ചിന്തിച്ച് സഭ വിട്ടു പുറത്തു പോയിട്ടുണ്ട്. എന്നിട്ടും യേശുവിനെ പോലെ അവരെ മടക്കി വിളിച്ചിട്ടില്ല. സഭ അതിന്റെ പ്രബോധനം മാറ്റി പറഞ്ഞിട്ടില്ല. നോക്കിക്കേ, ട്രെൻഡ് സൂനകദോസിന്റെ പഠനം അതെടുത്തു വെച്ചിട്ട് CCC, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, 1374 ഖണ്ഡികയിലെ സഭയുടെ പ്രബോധനം ഇങ്ങനെയാണ് കുർബാനയെ കുറിച്ച്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ആത്മാവോടും ദൈവികതയോടും കൂടി സത്യമായും യഥാർത്ഥമായും സത്താപരമായും അങ്ങനെ ക്രിസ്തു മുഴുവനായും അടങ്ങിയിരിക്കുന്നു. പരിശുദ്ധ കുർബാന ക്രിസ്തു മുഴുവനാണ്. അത് യേശുവിന്റെ ശരീരവും രക്തമാണെന്ന് സഭ മാറ്റമില്ലാത്ത പ്രബോധനങ്ങളിലൂടെ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. 3ാമത്തെ എൻ്റെ വിശ്വാസന കാരണം, പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ കുർബാനയിൽ
വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ദൈവം ഇടപെടും, ഈശോ ഇടപെടും. മക്കളെ സംശയിക്കണ്ട, ഇത് എൻ്റെ ശരീരം, എൻ്റെ രക്തമാണ്, ഇത് ഞാൻ തന്നെയാണ്. എത്രയോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ നടന്നിട്ടുണ്ട്. ആദ്യത്തെ സമ്പൂർണമായ ഒരു അത്ഭുതം നടന്നത് ഇറ്റലിക്ക് അടുത്തുള്ള ഇറ്റലിയിലെ ലാൻജിയാനോ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ലാൻജിയാനോ, ഞാൻ റോമിൽ പഠിക്കുമ്പോൾ ഈ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. ഇവിടുന്ന് എനിക്ക് അറിവ് കിട്ടിയതുകൊണ്ട് ഞാൻ അവിടെ പോയി. അവിടെ ഒരു കൊച്ചു ചാപ്പലിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. AD 750 വിശുദ്ധ ബേസിലിന്റെ സഭയിലെ ഒരു അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കുർബാന മധ്യത്തിൽ എന്ത് സംഭവിച്ചു? ആ വലിയ തിരുവോസ്തി അത് രക്തം കിനിയുന്ന ഒരു മാംസകഷ്ണമായിട്ട് മാറി. അതങ്ങനെ മേലധികാരികളുടെ അനുവാദത്തോടു കൂടി ശാസ്ത്രീയ പരിശോധനയ്ക്ക് ലബോറട്ടറിയിൽ കൊണ്ടുപോയി. ലബോറട്ടറിയിൽ വെച്ച് ഡോക്ടർ ലയോണി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അത് പരിശോധിച്ചു. അദ്ദേഹം പരീക്ഷണ ശേഷം പറഞ്ഞു, ഇത് AB പോസിറ്റീവ് രക്തഗ്രൂപ്പുള്ള 30 പ്രായമുള്ള ഒരു യുവാവിന്റെ ഹൃദയത്തിന്റെ കഷ്ണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കഷണം എന്ന് പറയുന്നത് അത് വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ വിശുദ്ധ കുർബാന യേശുവിന്റെ ഹൃദയത്തിന്റെ കഷ്ണമാണ്. 1996 ഓഗസ്റ്റ് 18 ഇന്നത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ അർജന്റീനക്കാരനാണ്. അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിന്റെ കർദിനാളായിരുന്നു ഫ്രാൻസിസ് പാപ്പ. അദ്ദേഹത്തിന്റെ അധികാരത്തിന് കീഴിലുള്ള ഒരു കൊച്ചു ചാപ്പൽ, ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കുർബാന നടത്തുന്ന ചാപ്പലാണ്. അന്ന് കുർബാന കഴിഞ്ഞ് അലക്സാൻഡ്രോ പെസറ്റ് എന്ന് പറയുന്ന വൈദികൻ കുർബാന കഴിഞ്ഞ് സംഗീതത്തിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ തിരുവോസ്തിയോടെ കിടക്കുന്നു. അദ്ദേഹം അതൊരു സംഗീഞ്ഞു കൊണ്ട് എടുത്തു. അതൊരു സ്റ്റീലിന്റെ ചെപ്പിൽ വെള്ളമെടുത്ത് അതിന് ഇട്ട് വെച്ച് അടച്ചു വെച്ചു. എന്നിട്ട് ഷെൽഫിൽ വെച്ച് പൂട്ടി. പിറ്റേ ആഴ്ച ആ ദിവസം കുർബാനയ്ക്ക് വന്നപ്പോൾ അച്ഛൻ ഓർത്തു, ഷെൽഫ് തുറന്നു, ഈ ചെപ്പെടുത്തു. ചെപ്പിങ് തുറന്നപ്പോൾ അച്ഛൻ്റെ കണ്ണു മിഴിഞ്ഞു പോയി. താൻ ഇട്ടുവെച്ചത് ചെറിയ ഓസ്തിയാണെങ്കിൽ ഇപ്പോൾ കാണുന്നത് രക്തക്കട്ട, ഒരു രക്തക്കട്ടയാണ്. അത്ഭുതത്തോടുകൂടി ആ മനുഷ്യനത് മേലധികാരികളെ അറിയിച്ചു. അവർ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തി. ഡോക്ടർ സുഗിബെ എന്ന് പറയുന്ന നിരീശ്വരവാദിയായ ഒരു ശാസ്ത്രജ്ഞൻ അത് ഗഹനമായിട്ട് പഠിച്ചു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ഇത് AB പോസിറ്റീവ് രക്തഗ്രൂപ്പുള്ള 30 പ്രായമുള്ള ഒരു യുവാവിന്റെ ഹൃദയത്തിന്റെ കഷ്ണമാണ്. അത് പറഞ്ഞപ്പോൾ അലക്സാണ്ടർ പെസറ്റ് എന്ന് പറയുന്ന വൈദികൻ വെല്ലുവായിലെ നിലവിളിച്ച് ഏറ്റെന്ന് പറഞ്ഞു, ഇത് ഈശോയാണ്, ഇത് വിശുദ്ധ കുർബാനയാണ്. അത് വിശുദ്ധ കുർബാനയാണെന്ന് കേട്ടപ്പോൾ ഈ നിരീശ്വരവാദിയായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുഗിബെ അയാൾ ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഈ അപ്പകഷ്ണം, ഈ മാംസകഷ്ണം, ഇത് വിശുദ്ധ കുർബാനയാണെങ്കിൽ, ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ കഷ്ണമാണെങ്കിൽ ആ ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അയാൾ ഇന്ന് വിശുദ്ധ കുർബാനയുടെ നല്ലൊരു പ്രഘോഷകനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുട്ടിക്കടുത്ത് വിളക്കന്നൂർ എന്ന സ്ഥലത്ത് വിശുദ്ധ കുർബാന മധ്യേ വീണ്ടും ഒരു അച്ഛൻ ഉയർത്തിയ വിശുദ്ധ കുർബാനയിൽ ഈശോ, നമുക്കെല്ലാവർക്കും കണ്ടുപരിചയമുള്ള ഈശോയുടെ മുഖം തെളിഞ്ഞു വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതാനുഭവമാണ്. അൾത്താരയിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് യേശുവേ എന്ന് വിളിച്ച് നിലവിളിച്ച് കരയുമ്പോൾ, വിശ്വാസത്തോടെ ഹൃദയം തുറന്ന് കരയുമ്പോൾ, കണ്ണിന്റെ കൺമുമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത്ഭുതങ്ങൾ. ഞാനും ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിപ്പിക്കുന്ന അച്ഛനാണ്. ആരാധന നടത്തുമ്പോൾ എൻ്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത്ഭുതങ്ങൾ. കൈ ഒടിഞ്ഞു വന്നവര് കൈകൾ സുഖപ്പെട്ടിരിക്കുന്നു, അല്ലേ? വലിയ അനുതാപത്തിന്റെ കണ്ണുനീർ ചാലുകൾ ഒടിയുന്ന മുഖങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത്ഭുതമായ രോഗശാന്തികൾ, വിടുതൽ. പ്രിയപ്പെട്ടവരെ, അതെങ്ങനെ സംഭവിക്കുന്നു? ഇത് കേവലം ഗോതമ്പപ്പമാണെങ്കിൽ അത് ജീവിക്കുന്ന യേശുവായതുകൊണ്ടല്ലേ യേശുവേ എന്ന് വിളിക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ചെയ്ത അതേ അത്ഭുതങ്ങൾ ഇന്ന് ഈ അൾത്താരയിൽ സംഭവിക്കാൻ കാരണം ഇത് കേവലം അപ്പമല്ല, അത് യേശുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. ഈ ചെറുപ്പക്കാർക്ക് നമുക്കെല്ലാവർക്കും വേണ്ട രണ്ടാമത്തെ ഉത്തരം, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നു, ഈ അത്ഭുതങ്ങൾ എന്നെ പഠിപ്പിക്കുന്നു. തെറ്റിദ്ധരിക്കേണ്ട, സംശയിക്കേണ്ട, ഇത് യേശുവാണ്. അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ഉത്തരം ഒരു ഒരുക്കമാണ്. യേശു തന്റെ ബലിക്ക് വേണ്ടിയിട്ട് അറിയാമോ 33 വർഷങ്ങൾ ഒരുങ്ങി. ഒരേ ഒരു കുർബാനയ്ക്ക് വേണ്ടി യേശു 33 വർഷങ്ങൾ ഒരുങ്ങി. നമ്മളൊരു കുർബാനയ്ക്ക് വേണ്ടി എത്ര സമയം ഒരുങ്ങുന്നുണ്ട്? എന്തൊരുക്കം നടത്തുന്നുണ്ട് നമ്മൾ? പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ആരാധനയാണ് നമ്മുടെ വിശുദ്ധ കുർബാന, അല്ലേ? ആ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയ്ക്ക് വേണ്ടി എന്തൊരുക്കമാണ് നമുക്കുള്ളത്. നമ്മളിങ്ങനെ ഈ വേഷമൊക്കെ ഇട്ട് കുളിച്ച് പൗഡറൊക്കെ ഇട്ട് പോരുന്നല്ലാണ്ട് ആന്തരികമായി, ആത്മീയമായി എന്തൊരുക്കമുണ്ട് നമുക്ക്? പലരും കുർബാനയ്ക്ക് പള്ളി വരുമ്പോൾ നല്ലൊരു അനുതാപം പോലും നടത്താതെ, നല്ലൊരു കുമ്പസാരം പോലും നടത്താതെ, ലാഘവബുദ്ധിയോടെ ഒരു പ്രസാദം മേടിക്കുന്ന പോലെ കുർബാന സ്വീകരിച്ചിട്ട് പോകുന്നത് കാണുമ്പോൾ സങ്കടം വരാറില്ല? പ്രിയപ്പെട്ടവരെ, ഒരുക്കം വേണം. വിശുദ്ധിയുടെ, കാരുണ്യത്തിന്റെ ഒരുക്കം നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, കുർബാന പള്ളിയിൽ തീരുന്നില്ല, തെറ്റിദ്ധരിക്കരുത്. കുർബാന കഴിഞ്ഞു പോകുന്നില്ല. കുർബാന പൂർത്തിയാകുന്നത് കാൽവരിയിലാണ്. സെഹിയോനിൽ യേശുവിന്റെ കുർബാന അവസാനിച്ചില്ല, അത് അവസാനിച്ചത് കാൽവരിയിലാണ്. അവിടെ വെച്ചാണ് യേശു പറഞ്ഞത് എല്ലാം പൂർത്തിയായി. അതുകൊണ്ട്
നമ്മുടെ കുർബാന പള്ളിയിൽ തീരുന്നില്ല, പള്ളിക്ക് പുറത്താണ് പൂർത്തിയാക്കേണ്ടത്. യഥാർത്ഥമായ ബലിവേദികൾ അത് എൻ്റെ കുടുംബമാണ്, കുടുംബജീവിതമാണ്, ഞാൻ ജോലി ചെയ്യുന്ന ജോലി സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു ആവശ്യക്കാരനെ കാണുന്ന ആ നിമിഷം എൻ്റെ ജീവിത ബലിവേദിയാണ്. അതുകൊണ്ട് എൻ്റെ കുടുംബമാകുന്ന ഈ ഭൂമിയാകുന്ന അൾത്താരയുടെ മുകളിൽ ഞാൻ എൻ്റെ ജീവിതത്തെ കൈകളിലെടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുക്കുന്ന കരുണയുടെ ഒരു ജീവിതം, ഒരുക്കം എനിക്കില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ഒരുങ്ങിയ കാരുണ്യത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ ഒരു ജീവിതം എനിക്കില്ലെങ്കിൽ, പള്ളിക്കകത്ത് എനിക്കൊരു കുർബാന അർപ്പിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. പള്ളിക്ക് പുറത്ത് വിശുദ്ധിയുടെ കാരുണ്യത്തിൻ്റെ ഒരു ജീവിതം എനിക്കില്ലെങ്കിൽ, പള്ളിക്കകത്ത് ദൈവത്തിന് പ്രീതികരമായ ഒരു ബലി അർപ്പിക്കുവാൻ നമുക്ക് പറ്റില്ല. ഇതുകൊണ്ടാണ് പള്ളിക്ക് പുറത്ത് എനിക്ക് നല്ലൊരു ജീവിതം ഇല്ലാത്തത് കൊണ്ടാണ് പള്ളിക്കകത്തെ കുർബാന എനിക്ക് ബോറിംഗ് ആവുക. ഞാൻ 3 ഉത്തരങ്ങൾ പറഞ്ഞു എന്തുകൊണ്ട് ഒരാൾക്ക് കുർബാന ബോറിംഗ് ആയി മാറാം. ഹല്ലേലൂയ. കുർബാന എന്താണെന്ന് അറിവില്ലെങ്കിൽ, നമ്മളിന്ന് പഠിച്ചു. 2, കുർബാനയിൽ വിശ്വാസമില്ലെങ്കിൽ. 3, പള്ളിക്ക് പുറത്ത് അനുദിന ജീവിതത്തിൽ ഒരു കുർബാനയുടെ ജീവിതാനുഭവം എനിക്കില്ലെങ്കിൽ പള്ളിയിൽ എനിക്കൊരു കുർബാന അർപ്പിക്കുവാനായിട്ട് പറ്റുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങൾ പതുക്കെ ഇവിടെ അവസാനിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്വർഗത്തോളം ഉയർത്തുന്ന ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിന്റെ അനുഭവം എനിക്ക് നൽകുന്ന കുദാശയാണ് പരിശുദ്ധ കുർബാന. ജീവിതത്തിൽ ഏറ്റു നടക്കാൻ പറ്റുന്ന സുബോധമുള്ള കാലത്ത് ഈ കുർബാനയ്ക്ക് പങ്കെടുത്ത് യേശുവിന്റെ രക്ഷയുടെ അനുഭവത്തിൽ ഇവിടെ വെച്ച്, സ്വർഗത്തിന്റെ അനുഭവത്തിൽ ഇവിടെ വെച്ച് പങ്കെടുക്കുവാനായി നമുക്ക് നല്ല തീരുമാനമെടുക്കാം. പാദ്രി പിയോ പറയുകയാണ്, സൂര്യൻ ഉദിക്കാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ എനിക്ക് പറ്റും, പക്ഷേ വിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ എനിക്ക് പറ്റുകയില്ല. അവസാനത്തെ ചിന്തയാണ്, വിശുദ്ധ കുർബാനയെ അത്രമാത്രം സ്നേഹിച്ച വിശുദ്ധനായ പാദ്രി പിയോ പറയുന്നു, സൂര്യൻ ഉദിക്കാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ എനിക്ക് പറ്റും, പക്ഷേ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ എനിക്ക് പറ്റില്ല. ക്രൈസ്തവരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്കും ഈ ഒരു മനുഷ്യൻ്റെ വലിയൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. ഈ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം, നമ്മുടെ തലമുറകൾക്ക് അത് പങ്കുവെച്ചു കൊടുക്കാം. അങ്ങനെ ഈ ഭൂമിയിൽ നമുക്കെല്ലാവർക്കും സ്വർഗ തുല്യമായ ജീവിതത്തിന് ഉടമകളായി മാറുവാൻ പരിശുദ്ധ കുർബാനയിലെ ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കുന്നു, നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക കാരുണ്യം, സാന്നിധ്യം ഒരു നിമിഷം നമുക്ക് അനുഭവിക്കാം. പ്രിയപ്പെട്ട കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ നിധിയാണ് പരിശുദ്ധ കുർബാന. ലോകത്തിൽ ഏറ്റവും വലിയ നിധിയുള്ള സഭ, സമുദായം കത്തോലിക്ക സഭയാണ്. ജീവിക്കുന്ന ദൈവമായ മിശിഹ പരിശുദ്ധ കുർബാനയിൽ, സക്രാരിയിൽ ഏറ്റവും വലിയ നിധിയായുള്ള ഒരേ ഒരു സമുദായം നമ്മളാണ്. നമ്മളിത് ഏറ്റവും ഗൗരവമായിട്ട് നമുക്ക് എടുക്കാം. ഈ ചിന്ത മനസ്സിൽ ആഴപ്പെടട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഈ വലിയ ബോധ്യത്തിൽ മരണം വരെ ജീവിക്കുവാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക്